afternoon. Good afternoon, Miss. Good afternoon, Miss. Good afternoon. Good afternoon, ma'am. Good afternoon, Miss. Good afternoon. Good afternoon, Miss. Good afternoon. ഭക്ഷണം കഴിച്ചല്ലോ? കഴിച്ചു മിസ്. മിസ് കഴിച്ചോ? കഴിച്ചു. കഴിച്ചു കഴിഞ്ഞിട്ടില്ല, കുറച്ചും കൂടി ഉണ്ട് ബാക്കി. കറി സഫിയ. ഇതൊക്കെ ഫിനിഷ് ആക്കും. കഴിച്ചുകൊണ്ടിരിക്കാണ്. സ്പെഷ്യൽ എന്താണ്? എന്താ പറഞ്ഞ ടീച്ചറെ? സ്പെഷ്യൽ എന്താണ്? എന്താ ഫുഡ് എന്നോ? സ്പെഷ്യൽ എന്താണ് കറി? ചിക്കനാണ്. ചിക്കൻ. Good afternoon, Miss. Good afternoon. ഇന്ന് വീഡിയോ ഓൺ ചെയ്ത് ക്ലാസ് എടുക്കാന്ന് പറഞ്ഞിരുന്നു അല്ലേ? അതെ. അത് കുറച്ച് കഴിഞ്ഞിട്ട് എടുക്കാട്ടോ. കുറച്ച് പോർഷൻസ് ഒന്ന് എടുത്തിട്ട് നമുക്ക് ഓപ്പൺ ചെയ്യാം. ഓക്കെ, പ്രയർ ആരാണ്? ഞാനാണ് മിസ്സേ. ദൈവമേ സച്ചിദാനന്ദ, ദൈവമേ ഭക്തവത്സല, ദൈവമേ നിൻ കൃപാവരം ഞങ്ങളിൽ ചൊരിയണമേ. ഉയരുമ്പോൾ മുതൽ ഞങ്ങൾ കാണുന്നു എങ്ങും നിൻ കലാവൈഭവം. ഇരുളുമ്പോൾ പോലും തേജോഗോളങ്ങൾ നിൻ വിരൽ തുമ്പിൽ തെളിയുന്നു. ദൈവമേ സച്ചിദാനന്ദ, ദൈവമേ ഭക്തവത്സല, ദൈവമേ നിൻ കൃപാവരം ഞങ്ങളിൽ ചൊരിയണമേ. ബുദ്ധിയും സർവശക്തിയും മണ്ണിൽ മർത്യനേകിയ ദൈവമേ, വിജ്ഞാനത്തിൻ പ്രതീകമേ നല്ല ബുദ്ധി ഞങ്ങൾ കരുളണേ. ദൈവമേ സച്ചിദാനന്ദ, ദൈവമേ ഭക്തവത്സല, ദൈവമേ നിൻ കൃപാവരം ഞങ്ങളിൽ ചൊരിയണമേ. ഓക്കെ. ഇന്ന് ജനുവരി 30 നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ 77ാമത് രക്തസാക്ഷി ദിനം. ഈ ദിനത്തിൽ ഗാന്ധിജിയുടെ വചനങ്ങൾ തന്നെ നമുക്ക് പറയാം. ഹോണസ്റ്റ് ഡിസഗ്രിമെന്റ് ഈസ് ഓഫ്റ്റൻ എ ഗുഡ് സൈൻ ടു പ്രോഗ്രസ്. സത്യസന്ധമായ വിയോജിപ്പ് പലപ്പോഴും പുരോഗതിയുടെ നല്ല അടയാളമാണ്. മഹാത്മാഗാന്ധി. Good afternoon all. Our beloved teacher Adira, as well as our leader Jasmine, and also to all my friends, welcome to today's class. I sing an action song. Let's start. Daddy finger, where are you? Here I am, how do you do? Mommy finger, where are you? Here I am, how do you do? Brother finger, where are you? Here I am, how do you do? Sister finger, where are you?
Here I am, how do you do? Baby finger, where are you? Here I am, how do you do? Thank you, Miss. Okay, very good. അശ്വന ഫിംഗേഴ്സ് ഉണ്ടാക്കിയതാണോ? എന്താ മിസ്സേ? ഫിംഗേഴ്സ് എന്താ ഉണ്ടാക്കിയതാണോ അത്? A4 വരച്ചതാ, വരച്ചിട്ട് ഫിംഗറിൽ ഒട്ടിച്ചതാ. ശരി, വെരി ഗുഡ്. നമ്മള് ലാംഗ്വേജ് ഡെവലപ്മെന്റ് സ്റ്റാർട്ട് ചെയ്തല്ലേ? കുറച്ച് നേരം ക്ലാസ് എടുത്തിട്ട് നിങ്ങൾ വീഡിയോ ഓൺ ചെയ്തിട്ട് സംസാരിക്കാം കേട്ടോ. ഓക്കെ ടീച്ചർ. ഇന്നെന്താ സ്പെഷ്യൽ ഡ്രസ്സിലാണല്ലോ, പുതിയതാ? ഇല്ല, ഇത് ഇടാറുണ്ടല്ലോ. അപ്പൊ ഉണ്ടാവില്ല. ഇന്ന് ലുക്കിംഗ് സോ നൈസ്. ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ഇട്ടിട്ടുണ്ട്, പഴയതാണോ? 3 കൊല്ലമായതാണ്. 3 കൊല്ലമായതാണ്. ഓക്കെ, ലാംഗ്വേജ് ഡെവലപ്മെന്റ് ആണ് നമ്മൾ പറഞ്ഞല്ലേ? അപ്പൊ ചെറിയ ചാപ്റ്റർ ആണ്. നമ്മൾ സ്പീഡിലാണ് നമ്മുടെ ക്ലാസ് പോകുന്നതെന്ന് പറയുന്നുണ്ട് കേട്ടോ. നമ്മളാണ് എല്ലാവരും മുമ്പിൽ നിൽക്കുന്നത്. എന്നോട് പതിയെ എടുത്താൽ മതി. നമ്മൾ പതിയല്ലേ പോവാറല്ലേ ക്ലാസ്? നമ്മൾ എൻജോയ് ചെയ്ത് പിന്നെ എല്ലാവരും കൂടെ സംസാരിച്ചൊക്കെയാണ് ക്ലാസ് തീർക്കാറ്. ഇത്ര പെട്ടെന്ന് തീർന്നത് അറിഞ്ഞില്ല. ക്വസ്റ്റ്യൻസ് തീർക്കുക, പതുക്കെ പോയാൽ മതി പറഞ്ഞു എന്നോട്. പെട്ടെന്ന് ഒരു എക്സാമിന് വിളിക്കുകയാണെങ്കിൽ എക്സാമിന്റെ കാര്യം നിങ്ങൾ പറഞ്ഞിരുന്നോ? ഇല്ല. ഇല്ല, അത് അറിയിക്കോ അപ്പൊ എങ്ങനെയാണെന്നുള്ളത്. Okay, paragraph 14 എടുക്കേണ്ടത്. Language developments include 4 skills. Language developmentലെ ഏതൊക്കെ സ്കിൽസ് ആണ് ഉൾപ്പെടുന്നത് പ്രധാനമായിട്ടും? Listening, speaking, reading and writing. Listening, speaking, reading and writing. Okay. At this stage, the child should be introduced to games and activities that improve his listening and speaking skills at the same time. ഈ ഘട്ടത്തിൽ എന്താണ് കുട്ടികൾ എന്താണ് അക്യൂർ ചെയ്യുന്നത്? കുട്ടികളാണ് ഗെയിംസ് ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത് അല്ലെ? ഗെയിംസ് കൊടുക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ് കുട്ടികൾ നമുക്ക്? ഗെയിംസ് കളികൾ കൊടുക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? അവരൊന്ന് ആക്റ്റീവ് ആയിരിക്കാൻ വേണ്ടിട്ട്. അതായത് അവർക്ക് ഒരേ സമയം കേൾക്കുന്നതിനും സംസാരിക്കുന്നതിനുള്ള ആ കഴിവുകൾ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അത് പലതരത്തിലുള്ള ആക്ടിവിറ്റീസും ഗെയിംസ് ഒക്കെ അവർക്ക് കൊടുക്കുന്നത് അല്ലെ? ഒരേ സമയം എന്ത് ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്? ഇംപ്രൂവ് ലിസണിങ് ആൻഡ് സ്പീക്കിംഗ് ഈസ് അറ്റ് ദ സെയിം ടൈം അല്ലെ? ഒരേ സമയം ലിസണിങ് സ്കില്ലും സ്പീക്കിംഗ് സ്കില്ലും ഒരേപോലെ ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അവർക്ക് ഗെയിംസുകളും മറ്റു പ്രവർത്തനങ്ങളും ഒക്കെ ആക്ടിവിറ്റീസ് അവർക്ക് കൊടുക്കുന്നത്. എന്തൊക്കെ ആക്ടിവിറ്റീസ് ആണ് ഇവിടെ പറയുന്നത്? ആക്ടിവിറ്റീസ് such as listening to stories, recitating rhymes, listening to record music, meditation, games such as കേട്ടോ. ഇതൊക്കെയാണ് ആക്ടിവിറ്റീസ് such as listening to stories. എന്താണ്? പലതരത്തിലുള്ള സ്റ്റോറീസുകൾ അത് നമ്മളങ്ങനെ പറഞ്ഞു കൊടുക്കും, അല്ലെങ്കിൽ ഓഡിയബിൾ ആയിട്ട് അവർക്ക് കേൾപ്പിക്കുക അല്ലെ? ടിവിയിലോ അല്ലെങ്കിൽ മറ്റ് കാസറ്റ്സ് ഉപയോഗിച്ചിട്ടുണ്ട് അവർക്ക് കേൾപ്പിച്ചു കൊടുക്കും. കാണുന്നു, നേരെ അവർ കണ്ട് പഠിക്കുകയാണ് അല്ലെ? പിന്നെ റെസിറ്റേറ്റിംഗ്. എന്താണ് റെസിറ്റേറ്റിംഗ്? റെസിറ്റേറ്റിംഗ് എന്താണ്? പദ്യം ചൊല്ലൽ പോലെ ചൊല്ലുക. റൈംസ് ഒരുമിച്ചാണ് കേട്ടോ അവിടെ. റെസിറ്റേറ്റിംഗ് റൈംസ് നമ്മുടെ കോമ ഉണ്ടോ? അവിടെ ഒരു കോമ ഇല്ല. റെസിറ്റേറ്റിംഗ് റൈംസ് അല്ലെ? പദ്യപാരായണങ്ങള്, പോയംസുകൾ, ചെറിയ ചെറിയ പോയംസ് ഒക്കെ കുട്ടികൾ ഇങ്ങനെ 4 വരി പോയങ്ങള് അല്ലെ? ചെറിയ ചെറിയ കുട്ടി എന്താണ് പദ്യങ്ങളൊക്കെ കുട്ടികൾ ചൊല്ലുന്നത്.
Then listening to record music. പിന്നെന്താണ് അടുത്തത്? അടുത്ത ആക്ടിവിറ്റി എന്താണ്? അടുത്ത ആക്ടിവിറ്റി എന്താണ്? Listening to record music അല്ലെ? ചില കുട്ടികള് മ്യൂസിക് കേൾക്കുകയും അത് കേട്ട് പഠിച്ച് പാടുകയും ചെയ്യും അല്ലെ? ചില കുട്ടികൾ ലിറിക്സ് ഒക്കെ കറക്റ്റ് ആയിരിക്കില്ലെങ്കിലും അവിടെ ഇവിടെയൊക്കെ തട്ടി എന്താണ് ട്യൂണെങ്കിലും കറക്റ്റ് ആയിട്ട് പഠിച്ചു വെക്കും. ഒരു പാട്ട് തന്നെ പല പ്രാവശ്യം കേട്ട് എന്താണ് കുട്ടികൾ പാടും, കേട്ട് പഠിക്കുന്നത് അല്ലെ? മെഡിറ്റേഷൻ. മെഡിറ്റേഷൻ ഒരു ആക്ടിവിറ്റീസിൽ കൊടുക്കാൻ പറ്റുന്നതാണോ മെഡിറ്റേഷൻ? അതെ അതെ അല്ലെ? ചെറിയ 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 എക്സസൈസുകളൊക്കെ ഉൾപ്പെടുത്തുക അല്ലെ? കൈകാലുകളുമായി ബന്ധപ്പെട്ട് വരുന്ന എക്സസൈസ് നമ്മൾ എക്സസൈസ് ചെയ്യണ കണ്ടാൽ തന്നെ ഓല് നമ്മളെ കൂടെ കൂടി ചെയ്യും. ആണോ? ഓക്കെ, അങ്ങനത്തെ ചെറിയ ചെറിയ എക്സസൈസുകൾ ഉൾപ്പെടുത്താം. എപ്പോൾ രാവിലത്തെ ടൈമും അതുപോലെ തന്നെ വൈകിട്ടോ എപ്പോ വേണമെങ്കിലും എന്താണ് മെഡിറ്റേഷൻസ് പ്രൊവൈഡ് ചെയ്യാവുന്നതാണ്. അതിലൂടെ അവർക്ക് ഹെൽത്തും ഇംപ്രൂവ് ചെയ്യും, അതുപോലെ തന്നെ എന്താണ് കോൺസെൻട്രേഷൻ ഒക്കെ ഇംപ്രൂവ് ചെയ്യാനായിട്ട് ആ ചെറിയ ഒരു ടൈം തുടങ്ങി മെഡിറ്റേഷൻസ് ഒക്കെ ചെയ്യുന്നതിലൂടെ കുട്ടികളിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. Then, okay, about listening stories, reciting rhymes, listen to record music and meditation. ഇനി ഇത്തരം ആക്ടിവിറ്റീസിൽ കൂടാതെ നമ്മള് ഗെയിംസ് ഉൾപ്പെടുത്തും അല്ലെ? അവരുടെ ലിസണിങ് സ്കില്ലോ സ്പീക്കിംഗ് സ്കില്ലൊക്കെ ഇംപ്രൂവ് ആവുന്നതിന് വേണ്ടിയിട്ട് എന്താണ് ഗെയിംസ് ഉൾപ്പെടുത്തും. ഇവിടെ രണ്ട് പ്രത്യേക ഗെയിംസിനെ പറ്റി പറയുന്നുണ്ട്. ഒന്നെന്താണ്? such as Chinese whisper. Chinese whisper എന്നൊരു ഗെയിം. Then Simon Says. ചൈനീസ് വിസ്പർ ഗെയിംസിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ചൈനീസ് വിസ്പർ ഇല്ല മിസ്സേ. എന്ത് തരം കളിയാണ് ഇത്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഒരു സന്ദേശം കൈമാറുന്ന ഒരു ഗെയിമാണത്. അത് എങ്ങനെയെന്ന് പറഞ്ഞാല് ഒരു സന്ദേശം ഒരാളോട് പറയുന്നു, ഒരു സന്ദേശം ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് മന്ത്രിച്ച് അതിങ്ങനെ പറഞ്ഞു കൊടുക്കാൻ ചെയ്തിട്ടുള്ള മെസ്സേജ് ഇങ്ങനെ കൈമാറും. അപ്പൊ എന്നിട്ട് ആദ്യം കിട്ടിയ സന്ദേശമായിട്ട് ഒറിജിനൽ പിന്നീട് അതിങ്ങനെ പറഞ്ഞു ഓരോരുത്തരായിട്ട് ഇങ്ങനെ പറഞ്ഞു പോകും. പക്ഷെ ആദ്യം പറഞ്ഞ സെന്റൻസ് ആയിരിക്കില്ല മറ്റൊരാൾ പറഞ്ഞത്. ആ സന്ദേശത്തിന് എന്താണ് വേരിയേഷൻസ് വന്നുകൊണ്ടിരിക്കും അല്ലെ? അവസാനം എന്താണ് കളിച്ച് അവസാനം ആ ഒറിജിനൽ സന്ദേശത്തിന് തമ്മിൽ താരതമ്യം ചെയ്യപ്പെടുന്ന ഒരു കളിയാണ്, ഒരു ഗെയിമാണ് കേട്ടോ. അതിപ്പോ ചെറിയ സെന്റൻസ് ചൈനീസ് വിസ്പർ എന്ന് പറഞ്ഞാൽ എന്താ? ഗെയിമാണ്, അതിന്റെ പേരാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മിസ്സേ അത് ഇപ്പൊ ഒരു ഗെയിമുകളുണ്ടല്ലോ, നമ്മളൊരു ആദ്യത്തെ ഒരാൾ സ്റ്റെപ്പ് കാണിച്ചു കൊടുത്തിട്ട് മറ്റൊരാള് ചെയ്യാ, ലാസ്റ്റ് എത്തുമ്പോ വേറെ ഏതോ സ്റ്റെപ്പായി പോവും. ആദ്യം കാണിച്ച ഒരു പൊരുത്തം ഉണ്ടാവില്ല ലാസ്റ്റ് കാണിക്കുന്ന ആളുടെ, അങ്ങനത്തെ അല്ലേ? അതായത് ശരിക്കും പറഞ്ഞാൽ ഗെയിമിന്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരാളിൽ എന്തുണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധാപൂർവം ഒരു വാചകം ശ്രദ്ധാപൂർവം ആൾ വായിക്കുന്നു, കേൾക്കുന്നുണ്ടോ, ശ്രവണത്തിന്റെയും അതുപോലെ തന്നെ എന്താണ് ആൾ നന്നായിട്ട് ലിസൺ ചെയ്യുന്നുണ്ടോ, നന്നായി കേൾക്കുന്നുണ്ടോ എന്നുള്ള രീതിയിലാണ് ആ ഗെയിംസ് സെറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതിന് പല പല ഉദ്ദേശങ്ങളുണ്ട്. അപ്പൊ ആദ്യം തന്ന മെസ്സേജ് ആയിരിക്കില്ല പിന്നീട് ഒരാളോട് പറയുന്നത്. പിന്നീട് പറഞ്ഞ് എന്താണ് ആ സെന്റൻസ് ചിലപ്പോൾ വെട്ടി ചുരുങ്ങിയിട്ടുണ്ടായിരിക്കും അല്ലെ? കറക്റ്റ് ആയിരിക്കില്ല അത് പറയുന്നത്. അങ്ങനെയാണ് ആ ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, നേരെ കളിക്കണം എങ്ങനെയാണെന്നൊക്കെ പറയണോ? എങ്ങനെയാണുള്ളത് ഞാൻ കണ്ടുപിടിച്ചെടുത്തോളം ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം എന്താണ് ചൈനീസ് വിസ്പർ ഗെയിം എന്ന് പറയുന്നത്. അതായത് ഒരു ചെറിയ സന്ദേശം തിരഞ്ഞെടുക്കുന്നു, ഒരു ചെറിയ മെസ്സേജ് തിരഞ്ഞെടുക്കുന്നു. അതിനുശേഷം എന്താണ് രണ്ട് കളിക്കാരുണ്ടായിരിക്കും, അതിൽ 2 or 3 കളിക്കാരുണ്ടായിരിക്കും. അതില് ഒരു വരിയിൽ നിൽക്കും അല്ലെങ്കിൽ ഒരു സർക്കിളിൽ നിൽക്കുകയോ ചെയ്യും. എന്നിട്ട് എന്താണ് ആദ്യത്തെ കളിക്കാരൻ അവരുടെ അടുത്ത വ്യക്തിയോട് സന്ദേശം കൈമാറും, അടുത്തേക്കുന്ന ആളോട് സന്ദേശം കൈമാറും. പിന്നീട് അയാൾ എന്ത് ചെയ്യും? ആ സന്ദേശം മറ്റൊരാളോട് കൈമാറും. ഓക്കെ, പിന്നെന്താണ് അവസാനത്തെ കളിക്കാരൻ ഗ്രൂപ്പിലേക്ക് സന്ദേശം പിന്നീടും ആവർത്തിക്കും. എന്താ പരിപാടി നമുക്ക് അറിയില്ല കേട്ടോ സത്യം പറഞ്ഞാൽ. ഓക്കെ, അപ്പൊ എന്താണ് അവസാനത്തെ കളിക്കാരൻ എന്താ ചെയ്ത ഗ്രൂപ്പിലേക്ക് ആ പറഞ്ഞ സന്ദേശം ഒന്നും കൂടി ആവർത്തിച്ചു പറയുന്നു. അതിനുശേഷം എന്താണ് ആദ്യത്തെ കളിക്കാരൻ യഥാർത്ഥ സന്ദേശത്തെ അവസാനത്തെ സന്ദേശവുമായിട്ട് താരതമ്യം ചെയ്യുന്ന ഒരു ഗെയിമാണത്. ഓക്കെ, അത് ഇച്ചിരി ബുദ്ധിപരമായിട്ടുള്ള കളിയാണെന്ന് തോന്നുന്നു അല്ലെ? യെസ്, 1 person to another personലേക്ക് സന്ദേശങ്ങൾ കൈമാറി ലാസ്റ്റ്
ആ സന്ദേശം ആവർത്തിച്ചുകൊണ്ട് ആദ്യത്തെ സന്ദേശത്തെക്കാൾ തമ്മിൽ താരതമ്യം ചെയ്യുന്ന ഒരു കളിയാണെന്ത് ചൈനീസ് വിസ്പർ എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത്തരത്തിലൊരു ഗെയിം കളിക്കുന്നതിന്റെ ഉദ്ദേശം എന്തായിരിക്കാം? ലിസണിങ് ആൻഡ് സ്പീക്കിംഗ് സ്കില്ല് വർദ്ധിക്കാൻ വേണ്ടിട്ട്. കമ്മ്യൂണിക്കേഷൻ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന വ്യത്യാസമായിരിക്കും കാണിക്കുന്നത്. വെരി ഗുഡ്. കമ്മ്യൂണിക്കേഷനിൽ വരുന്ന വ്യത്യാസങ്ങളാണ്. അതായത് ഒരു സന്ദേശം അത് കാണുന്നത് ടെലിഫോൺ എന്ന് പറയുന്നത് പോലെയൊക്കെയാണ്. അതെ 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 യെസ് അതെ വെരി ഗുഡ്. അതായത് ഒരു സന്ദേശത്തിന്റെ ഒരു ഭാഗം മാത്രം എന്താണ് തെറ്റായിട്ട് വ്യാഖ്യാനിക്കുകയോ കൈമാറുകയോ ചെയ്യുന്നത് എത്ര എളുപ്പമാണെന്നാണ് ഗെയിം തെളിയിക്കുന്നത്. അപ്പൊ ആദ്യം പറഞ്ഞ സെന്റൻസ് ആയിരിക്കില്ല അയാളോട് പറയുന്നത്, അല്ല അയാൾ കൊടുത്ത സെന്റൻസ് അങ്ങനെ തന്നെ ആയിരിക്കില്ല പറഞ്ഞത്. വേരിയേഷൻസ് വരും അയാൾ കേൾക്കുന്നതിലോ അല്ലെങ്കിൽ അയാൾ പറയുന്നതിലുള്ള വ്യത്യാസം കൊണ്ട് എന്താണ് എന്തെങ്കിലും. ഇത് മുമ്പ് സ്റ്റാർ മാജിക്കിൽ ഉണ്ടായിരുന്നു അങ്ങനെ ഒരു ഗെയിം. ആണോ? അപ്പൊ ശ്രദ്ധാപൂർവമായിട്ടുള്ള ശ്രവണത്തിന്റെയും ഫലപ്രദമായിട്ടുള്ള ആശയവിനിമയത്തിന്റെയും പ്രാധാന്യം ഉയർത്തി കാണിക്കുന്നതിനുള്ള ഒരു ടീം ബിൽഡിംഗ് പ്രവർത്തനമാണെന്ത് ചൈനീസ് വിസ്പർ എന്നൊരു ഗെയിം എന്ന് പറയുന്നത്. ഓക്കെ, ഇത് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി വലിയ കുട്ടികളിലാണ് ഇത് പരീക്ഷിക്കപ്പെടുന്നത്. ഓക്കെ, അത് എന്തിനാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് എന്താണ്? ശ്രദ്ധാപൂർവം അത് ലിസൺ ചെയ്യുന്നതിനും കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നതിനും തമ്മിലുള്ള ആ ഒരു അതിന്റെ പ്രസക്തി ഉയർത്തി കാണിക്കുന്ന അല്ലെങ്കിൽ ടീം ബിൽഡിംഗ്, ഒരു ടീം കൂട്ടായ പ്രവർത്തനത്തിലേക്ക് ഒരു ഇംപ്രൂവ്മെന്റ്സ് കാണിക്കുന്ന തരത്തിലുള്ള ഒരു ഗെയിമാണ് ചൈനീസ് വിസ്പർ എന്ന് പറയുന്നത്. അടുത്ത ഗെയിം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? സൈമൺ സേസ്. സൈമൺ സേസ് എന്താണ്? സൈമൺ സേസ് കുട്ടികൾ കളിക്കുന്നത് സൈമൺ സേസ് ജാമ്പ്. അപ്പൊ സൈമൺ സേസ് അത് പറഞ്ഞ് നമ്മൾ അത് ചെയ്യണം. സൈമൺ സേസ് റൺ എന്ന് പറഞ്ഞാൽ നമ്മൾ റൺ ചെയ്യാം. അങ്ങനെ അതെ. അപ്പൊ അതൊരു കമാൻഡ് പോലെ അല്ലേ? സൈമൺ ടീച്ചർ ആണെങ്കിൽ കൊണ്ടുവന്നിട്ട് ആ ഗെയിം അദ്ദേഹം എന്താണ് കുറെ കമാൻഡുകൾ പുറപ്പെടുവിക്കും. അതായത് ഇപ്പൊ ഒരുപാട് കുട്ടികൾ ഉണ്ടായിരിക്കാം അല്ലെ ഗെയിം കളിക്കുന്ന സമയത്ത്. അപ്പൊ അത് സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ് പറയുന്നത്? എങ്ങനെയാണ്? സൈമൺ സേസ് ഹാൻഡ്സ് എന്ന് പറയുന്നത് എന്ത് ചെയ്യും? കുട്ടികള് ഹാൻഡ്സ് അപ്പ് ചെയ്യും അല്ലെ, കൈകൾ ഉയർത്തുന്നു. സൈമൺ സേസ് ഹാൻഡ്സ് ഡൗൺ എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യും? ഹാൻഡ്സ് ഡൗൺ, ഹാൻഡ്സ് ഡൗൺ ചെയ്യും, കൈകൾ താഴേക്കും. അതേപോലെ അങ്ങനെ ഓരോരോ കമാൻഡ്സുകൾ പറയും. ദെൻ ആ സെന്റൻസ് തന്നെ 2-3 പ്രാവശ്യം ഒരുമിച്ച് പറഞ്ഞതിന് ശേഷം പിന്നീട് ഏതെങ്കിലും സെന്റൻസ് ഹാൻഡ്സ് അപ്പും ഹാൻഡ്സ് ഡൗൺ ചെയ്തുകൊണ്ടിരിക്കും. ദെൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഹാൻഡ്സ് അപ്പ് 2 പ്രാവശ്യം പറയും ചിലപ്പോ അല്ലെ. സൈമൺ സേസ് ഹാൻഡ്സ്, സൈമൺ സേസ്. ഇപ്പൊ പിന്നെ കുട്ടി വിചാരിക്കും ഹാൻഡ്സ് ഡൗൺ എന്നായിരിക്കും പറയുന്നതെന്നായിരിക്കും വിചാരിക്കും അല്ലെ. അയാൾ എന്തായിരിക്കും പറയുന്നത്? സൈമൺ സേസ് ഹാൻഡ്സ് അപ്പ് എന്ന് 2 പ്രാവശ്യം പറയും. അപ്പൊ എന്താണ്? ആ ഒരാൾ ഔട്ട് ആവും, താഴേക്ക് ഇടൂല്ലേ? ഹാൻഡ്സ് അപ്പ് തന്നെയല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായോ? ഇത് ചെറുപ്പത്തിൽ നമ്മുടെ നാട്ടിലൊരു കളിയുണ്ട്, കരാവെള്ളം എന്ന് പറയും. കര എന്ന് പറയുമ്പോ കരയിൽ നിൽക്കണം, വെള്ളം എന്ന് പറയുമ്പോ താഴത്തേക്ക് ചാടണം. എന്നിട്ട് ചിലപ്പോ പെട്ടെന്ന് പറയും കര പറയും, അപ്പൊ ചിലപ്പോ താഴത്തേക്ക് ചാടിയിട്ടുണ്ടാവും. അങ്ങനെ ഒരു ഗെയിം ഉണ്ട്, അതുപോലെ ഉണ്ട് ഇത്. കമാൻഡ് ഇല്ല. നമ്മളിവിടെ പറയല്ലേ കുളക്കര വിളിക്കാൻ പറയും. കുളം കര, കുളം കര, പിന്നെ കര കുളം, കുളം പിന്നെ 2 പ്രാവശ്യം പറയും. പിന്നെ കുളത്തിൽ തന്നെ നിൽക്കും. അങ്ങനെയുള്ളൊരു ഔട്ട് ആവും. അങ്ങനെയാണ് അല്ലെ? അവിടെ കമാൻഡ് ഒന്നുമില്ല. ഇവിടെ ഇങ്ങനെ ആ ഒരു കമാൻഡ് പറഞ്ഞിട്ടാണ് ഒരു ആക്ഷൻ പറയുന്നത് അല്ലെ. സൈമൺ സേസ്. അതേപോലെ അത് ഇതേപോലെ അല്ലേ മൈ നെയിം ഈസ് എന്ന് പറഞ്ഞാൽ ഇതാക്കുമ്പോ ഓരോ എന്താ പറയാ ഓരോ ചാട്ടം മുന്നോട്ടേക്ക് ചാടി ചാടി പോണ ഒരു ഗെയിം ഉണ്ടായിരുന്നു. അതുപോലെയുള്ള ഗെയിംസിന് പറയുന്നത് മിസ്സേ സൈമൺ സേസിന്. സൈമൺ സേസ്. സൈമൺ സേസ് ഒരു കമാൻഡ് പറഞ്ഞിട്ടാണ് ഒരു ആക്ഷൻ പറയുന്നത് കേട്ടോ. ഇത് സൈമൺ എന്ന് പറയുന്ന ആളാണോ ഈ ഗെയിം ഉണ്ടാക്കിയത്? അതുകൊണ്ടാണ് സൈമൺ ടീച്ചർ എന്നുള്ള ആളാണ്, അദ്ദേഹമാണ് കൊണ്ടുവന്നത് ഈ ഒരു ഗെയിംസ്. യൂട്യൂബിൽ സെർച്ച് ചെയ്ത് ഒരുപാട് കമാൻഡ്സ് അദ്ദേഹം പറയുന്നത്. ഞാനിപ്പോ ഒരു ഉദാഹരണം മാത്രം എന്ന് പറഞ്ഞത്, അതായത് ആ കമാൻഡ് പറയുന്നത് അദ്ദേഹത്തിന്റെ പേര് വെച്ചിട്ടാണ്. സൈമൺ സേസ് ഹാൻഡ്സ്. അപ്പൊ കുട്ടികൾ എന്ത് ചെയ്യും? ഹാൻഡ്സ് കൈകൾ ഉയർത്തുന്നു. സൈമൺ സേസ് ഹാൻഡ്സ് ഡൗൺ. എല്ലാത്തിനും സൈമൺ സേസ് കൂട്ടിച്ചേർത്തുകൊണ്ടാണ് ആക്ഷൻസ് പറയുന്നത്. ഓക്കെ, മനസ്സിലായോ?
അതാണ് മിസ് ഈ മൈ ഫ്രണ്ട് ഈസ് പറയാ. ഒരു മൈ ഫ്രണ്ട് ഈസ് ആദ്യം പറഞ്ഞിട്ട് ഓരോരുത്തരുടെ പേര് പറയുക. പറയും അല്ലേ? ഫാത്തിമ. അതെ. ഓക്കെ, അപ്പൊ ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസും ഗെയിംസ് ഒക്കെ ഉൾപ്പെടുത്തുന്ന എന്തിനു വേണ്ടിയിട്ടാണെന്നാണ് പറയുന്നത്? നമ്മളുടെ കുട്ടികളുടെ ശ്രദ്ധ ചെയ്ത് തുടങ്ങിയിട്ടുണ്ടോ? ഷാർപ്പായിട്ടുള്ള ശ്രദ്ധകൾ കൂട്ടാനല്ലേ? കീർത്തി ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു എൻസൈക്ലോപീഡിയാണ്. കീർത്തി എന്തെങ്കിലും പറഞ്ഞു കീർത്തി അടക്കം കീർത്തിയുടേതായ ഭാഷയിൽ കീർത്തി അത് 2-3 സെന്റൻസ് ആയിട്ട് ഇവിടെ മെസ്സേജ് ചെയ്യും. ഞാൻ കണ്ടിട്ടാ കീർത്തി ടൈം ആൻഡ് ഗെയിം എന്താണെന്നുള്ളത് കീർത്തിയോട് ഇപ്പൊ പറഞ്ഞത് കണ്ടോ? നിങ്ങൾക്ക് മെസ്സേജ് കാണാൻ പറ്റുമെന്ന് വായിച്ചു വെക്കാൻ വേണ്ടി കേട്ടോ. ഓക്കെ മിസ്സേ. മിസ് സുന്ദരി ആയിട്ടുണ്ടല്ലോ എന്ന്. ഇല്ലോ? നല്ല ഡ്രസ്. ഇത് പഴയതാണോ? നിങ്ങൾ കാണാന്നിട്ട് നിങ്ങൾ അവസരത്തായ ദിവസങ്ങൾ ഞാൻ ഇട്ടിട്ടുണ്ടാവും. നല്ല ഇത് മിസ് ഇട്ടിട്ടുണ്ട്, ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഞാൻ ആദ്യം വിചാരിച്ചത് ആ ഡ്രസ്സിന് മാച്ച് ചെയ്ത മാലയാണെന്ന്, പിന്നെയാണ് നെക്കിൻ്റെത് ശ്രദ്ധിച്ചത്. Then drawing the child, concentration to various sounds in the environment are all essential to develop the listening and the speaking skill of the student. അപ്പൊ ഈ ആക്ടിവിറ്റീസും ഗെയിംസ് ഒക്കെ കൊടുക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? കുട്ടികൾക്ക് ഇതൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? അവരുടെ ശ്രദ്ധ കൂട്ടാൻ വേണ്ടിട്ട്, ലിസണിങ് സ്കില്ല് കൂട്ടാനല്ലേ? സ്കില്ലും സ്പീക്കിംഗ് സ്കിൽസും ഡെവലപ്പ് ചെയ്യുന്നതിനാണ്. അപ്പൊ ഈ ഗെയിംസ് ഒക്കെ കളിക്കുന്നതിന് 2 കാര്യങ്ങളോട് നടക്കും. അവർ ലിസൺ ചെയ്യുന്നുണ്ട്. കമാൻഡ് പറയുന്ന സമയത്ത് എന്താണ്? കുട്ടികൾ അത് കേൾക്കുന്നുണ്ട്. ആ കമാൻഡ് അടുത്ത ആളോട് പറയുന്ന സമയത്ത് എന്താണ്? അവനത് എന്താണ്? സ്പീക്ക് ചെയ്യുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ 2 കാര്യങ്ങളോടെ നടക്കുന്നു. ലിസണിങ് സ്കില്ലോ സ്പീക്കിംഗ് സ്കില്ലോ അവിടെ ഇംപ്രൂവ് ആവും. The pre-reading skills include recognizing alphabets and their phonetic sounds and the capacity to move the eye from left to right in a straight line. ഇനി എന്താണ് pre-reading skill എന്ന് ഉദ്ദേശിക്കുന്നത്? Pre-reading skills. സൗണ്ട് എടുക്കാതെ വായിക്കണേനാണോ? Alphabets and their phonetic sounds അല്ലേ? ആൽഫബറ്റ്സ് എന്താണ്? ആൽഫബറ്റ് എന്താണ്? ആൽഫബറ്റ്സ് ABCD. അക്ഷരമാല. അക്ഷരമാലകൾ അല്ലെ? അക്ഷരമാലകളും അവയുടെ സ്വരാക്ഷരങ്ങൾ, അതായത് ഫോണറ്റിക്സ് അല്ലെ? ഫോണറ്റിക്സ് ഒക്കെ പറയുന്ന അത് പറയാനുള്ള ഒരു കപ്പാസിറ്റി ആണ് അവരുടെ റീഡിംഗ് സ്കിൽ എന്ന് പറയുന്നത്. ആൽഫബറ്റ്സുകളും അതുപോലെ തന്നെ ഉണ്ട് ഫോണറ്റിക്സും. ആദ്യം കുട്ടികൾ എന്താണ്? സൗണ്ട്സ് അല്ല വരുത്തുന്നത് അല്ലെ? കൃത്യമായിട്ട് ഒരു സെന്റൻസ് കുഞ്ഞ് പറയോ? കൃത്യമായ ഒരു വേർഡ് കുട്ടി പറയോ? ഇല്ല, സൗണ്ട്സ് ആണ് പുറപ്പെടുവിക്കുന്നത്. അതേപോലെ തന്നെ എന്താണ്? മറ്റൊരു കപ്പാസിറ്റി കുട്ടികൾക്ക് എന്താണ്? കപ്പാസിറ്റി ടു മൂവ് ദ ഐ ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ. സെന്റൻസ് ഒന്ന് വായിച്ചു നോക്കി എന്താണെന്ന്. എന്ത് കപ്പാസിറ്റിനെ കുറിച്ചാണ് പറയുന്നത്? റീഡിംഗ് ആണോ? അതായത് കണ്ണിനെ റീഡിംഗ് തന്നെ, കണ്ണിനെ ഇടത്തു നിന്ന് വലത്തോട്ട് നേർരേഖയിൽ ചലിപ്പിക്കാനുള്ള കഴിവ്. നമ്മൾ വായിക്കുമ്പോൾ എങ്ങനെയാണ്? ഇവിടെ നിന്ന് ഇങ്ങനെയാണോ പോകുന്നത്? ഇങ്ങനെയാണോ പോകുന്നത് വായിക്കുമ്പോ? റൈറ്റിലേക്ക് അല്ലെ? ഇടത്തു നിന്ന് വലത്തോട്ട് നേർരേഖയിലാണ് നമ്മൾ വായിക്കുന്നത്. അത് കുട്ടി വായിക്കുമ്പോ, കുട്ടി അല്ലെങ്കിൽ പറയുന്ന സമയത്ത് എന്താണ്? കുട്ടിയിൽ ആ ഒരു കഴിവ് അല്ലെ, ആ ഒരു കപ്പാസിറ്റി കൂടിയാണ് വർദ്ധിക്കുന്നത്. അല്ലാതെ ചില കുട്ടികള് ഇപ്പൊ എന്തെങ്കിലും ഡിഫക്റ്റ് ഉള്ള കുട്ടികളാണെങ്കിൽ എങ്ങനെയൊക്കെ ഒരു വായിക്കുന്നത്? കറക്റ്റ് ആയിട്ട് വായിക്കും ഇല്ല. ഒരു നേർരേഖയിൽ അവർക്ക് വായിക്കാൻ സാധിക്കില്ല അല്ലെ? സ്ട്രെയിറ്റ് ലൈനിൽ ഒരിക്കലും കുട്ടികൾ വായിക്കില്ല. ഒരു കറക്റ്റ് ആയിട്ട് ഒരു പോയിന്റിലായിരിക്കില്ല കുട്ടി നോക്കുന്നത് അല്ലെ? അല്ലെങ്കിൽ താഴെ നോക്കിയ ശേഷം പിന്നെ മുകളിലേക്കോ അല്ലെങ്കിൽ പിന്നീട് മറ്റ് സൈഡിലേക്കോ അതർ സൈഡ് ടു സൈഡിലൊക്കെ നോക്കിക്കൊണ്ടിരിക്കും. അതെന്തെങ്കിലും ഡിഫക്റ്റ് ഉള്ള കുട്ടികൾ അല്ലെ? അല്ലാതെ ഒരു നോർമൽ റീഡിംഗ് സ്കില്ലുള്ള കുട്ടിയാണെങ്കിൽ എങ്ങനെയാണ്? റൈറ്റ് ഇൻ എ സ്ട്രെയിറ്റ് ലൈനിലായിരിക്കും വായിക്കുന്നത് അല്ലെ? കണ്ണിന് ഇടത്തു നിന്ന് വലത്തോട്ട് ചലിപ്പിക്കാനുള്ള കഴിവ് കുഞ്ഞിനുണ്ടായിരിക്കും. അത് നോർമൽ കപ്പാസിറ്റി ആണ് കേട്ടോ.
love for books and eye and coordination. love for books അങ്ങനെയാണോ ടെക്സ്റ്റ് എടുക്കുന്നത്? അതെ മിസ്. A love for books and eye and coordination. This can be developed through many activities with specially devised materials and variety of art and craft activities mentioned in the unit on motor development. അതായത് നമ്മൾ മോട്ടോർ ഡെവലപ്മെന്റ് ചാപ്റ്റർ പഠിച്ചിട്ടില്ലേ? അതില് നമ്മള് കുട്ടികളുടെ ഹാൻഡ് കോർഡിനേഷൻ, അതായത് മസിൽസുകൾ അല്ലെങ്കിൽ കൈകളുടെ, നമ്മളിപ്പോ പെൻസിൽ പിടിക്കുമ്പോൾ കുഞ്ഞിന്റെ മൂവ്മെന്റ്സ് എങ്ങനെയായിരിക്കും എന്ന് പറഞ്ഞിട്ടില്ലേ? കുഞ്ഞിന്റെ ഹാൻഡ് കോർഡിനേഷൻ എങ്ങനെയായിരിക്കും? ആദ്യ സമയത്ത് കുഞ്ഞിനത് പിടിക്കാൻ സാധിക്കില്ല അല്ലെ? പിന്നീട് മസിൽസ് ഒക്കെ കറക്റ്റ് ആയി വരുന്ന സമയത്ത് കാണാൻ കുഞ്ഞിന് ബുക്സുകൾ എടുക്കുന്നതിനും പെൻസിൽ പിടിക്കാനൊക്കെ കൃത്യമായിട്ട് കുഞ്ഞിന് അത് മസിൽസിന്റെ ഡെവലപ്മെന്റ്സ് അനുസരിച്ച് കോർഡിനേറ്റ് ചെയ്ത് വരും അല്ലെ? അപ്പൊ എന്താണ്, ആ ഒരു സമയത്താണ് നമ്മൾ പലതരത്തിലുള്ള മെറ്റീരിയൽസിൽ കൊടുത്തിട്ട് കുട്ടികളെ കൊണ്ട് പല ആക്ടിവിറ്റീസ് കൊടുക്കും. ആർട്ട് കാർട്ടൂൺ ആക്ടിവിറ്റീസ് ഒക്കെ കൊടുത്ത് കുഞ്ഞിന് ആ ഒരു ഹാൻഡ് കോർഡിനേഷൻ വരുന്ന സമയത്ത് മാത്രം കുട്ടികൾക്ക് ആക്ടിവിറ്റീസ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ? അല്ലാതെ വെറുതെ ഒരു ആക്ഷൻ ചെയ്യാൻ പറ്റാത്ത ഒരു ടൈമിൽ ആ ഒരു ഏജ് കാറ്റഗറിയിലുള്ള കുട്ടികൾക്ക് ഒരിക്കലും നമുക്ക് എന്താണ് ആക്ടിവിറ്റീസ് മറ്റ് പ്രവർത്തനങ്ങളൊന്നും തന്നെ കൊടുക്കാനായിട്ട് സാധിക്കില്ല. ഓക്കെ, ഹാൻഡ് കോർഡിനേഷൻ ഓക്കെ ആയി കഴിഞ്ഞാൽ അപ്പൊ ഇതിന്റെയൊക്കെയാണ് ഐ ആൻഡ് ഹാൻഡ് കോർഡിനേഷൻ. ഇപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞ എന്താണ്, കണ്ണ് അത് കുഞ്ഞിന് വായിക്കാനായിട്ട് സ്ട്രെയിറ്റ് ലൈൻ കുഞ്ഞിന് വായിക്കാൻ കഴിയണം. അപ്പൊ കണ്ണിന്റെ കോർഡിനേഷൻ കറക്റ്റ് ആയിരിക്കും. അതുപോലെ തന്നെ എന്താണ്, ഹാൻഡ് കോർഡിനേഷനും ഓക്കെ ആയാൽ മാത്രമേ കുട്ടിയിലെ ആ ഒരു ലേണിംഗ് പ്രോസസ്സിന്റെ ആ ഒരു സ്റ്റാർട്ടിങ് ക്ലിയർ ആവുകയുള്ളൂ. ഓക്കെ, നമ്മള് മോട്ടോർ ഡെവലപ്മെന്റ് ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. ദെൻ ഒരു 2:10 എന്നോടൊന്ന് ഓർമ്മിപ്പിക്കണം കേട്ടോ. ആരെങ്കിലും 2:10 The development of speech, vocabulary, length of response are some of the important aspects of language improvement. എന്താണ് ലാംഗ്വേജ് ഇംപ്രൂവ്മെന്റിന്റെ കുറച്ച് ഭാഗങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു സ്പീച്ച് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ എന്തൊക്കെ ഉണ്ടായിരിക്കണം ഒരു കുട്ടിക്ക്? സ്പീച്ച് ഡെവലപ്പ് പദാവലി, കൃത്യമായ ഒരു പദാവലി കുട്ടിക്ക് ഉണ്ടായിരിക്കണം. വാക്കുകൾ യൂസ് ചെയ്യാനായിട്ട് കുട്ടിന് വൊക്കാബുലറി ഉണ്ടായിരിക്കണം. Then length of response are some of the important aspects of language improvement. Length of response എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളൊരു കാര്യം പറഞ്ഞാൽ തിരിച്ച് പ്രതികരിക്കാനുള്ള സമയമാണോ? എന്താണ്? നമ്മളൊരു കാര്യം പറഞ്ഞാൽ തിരിച്ച് പ്രതികരിക്കാനുള്ള സമയം ദൈർഘ്യമാണ് അല്ലെ? ഒരു കാര്യം പറയുമ്പോൾ ഇത്രത്തോളം പദങ്ങൾ ഉപയോഗിച്ച് കുഞ്ഞിനത് റെസ്പോണ്ട് ചെയ്യാനായിട്ട് സാധിക്കണം അല്ലെ? വാക്കുകളൊന്നും വൊക്കാബുലറി ഒന്നും അറിയില്ലെങ്കിൽ എന്താണ്, പദങ്ങൾ വേർഡ്സ് കുട്ടിക്ക് അറിയില്ല പറയാൻ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ചോദിക്കുന്ന കാര്യം തിരിച്ച് പറയാനായിട്ട് എത്രത്തോളം സമയം എടുക്കും അല്ലെ? ഒരുപാട് സമയം എടുക്കും. പക്ഷെ വേർഡ്സ് നന്നായിട്ട് ഫ്ലുവന്റ് ആയിട്ട് അറിയുന്ന ഒരു കുട്ടിയാണെങ്കിൽ, പെട്ടെന്ന് ക്യാച്ച് ചെയ്ത കുട്ടിയാണെങ്കിൽ പെട്ടെന്ന് തന്നെ റെസ്പോണ്ട് ചെയ്യും. അല്ലാത്ത പക്ഷം എന്തായിരിക്കും, റെസ്പോൺസിന് സമയം എടുക്കല്ലേ? ലെങ്ത് ഓഫ് റെസ്പോൺസ് സമയം എടുത്ത് കുട്ടി പ്രതികരിക്കുന്നതിന്റെ ദൈർഘ്യം കൂടും അല്ലെ? അമ്മമാരൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്, ഇതിപ്പം ആദ്യത്തെ കുട്ടികള് പതുക്കെ സംസാരിക്കൂ, രണ്ടാമത്തെ കുട്ടി പെട്ടെന്ന് സംസാരിക്കും. കാരണം വാക്കുകൾ കേൾക്കുമല്ലോ, വലിയ കുഞ്ഞു മോളുള്ളത് കൊണ്ട്. എനിക്ക് അനുഭവം ഉള്ളതാ. എന്റെ മൂത്ത കുട്ടി പെട്ടെന്ന് സംസാരിച്ചിട്ടുണ്ട്. എന്താ വെച്ചാൽ എന്റെ വീട്ടില്, ഹസ്ബൻഡിന്റെ വീട്ടില് ഏട്ടന്റെ 2 കുട്ടികളുണ്ടായിരുന്നു. ഇവളോട് നല്ലപോലെ സംസാരിച്ചത് കൊണ്ട് എന്റെ മോള് വേഗം സംസാരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ വൊക്കാബുലറി കുറവാണെങ്കിൽ എന്താണ്, സ്പീച്ച് ഡെവലപ്മെന്റ്സ് ഉണ്ടായിരിക്കില്ല. അത് തിരിച്ച് നമ്മൾ ചോദിക്കുന്ന കാര്യത്തിന് കുട്ടി റെസ്പോൺസ് ചെയ്യുമ്പോൾ എന്താണ്, ഇവിടെ ദൈർഘ്യം കൂടും അല്ലെ? സമയം എടുത്തിട്ടായിരിക്കും കുട്ടി പ്രതികരിക്കുന്നത് അല്ലെങ്കിൽ വാക്കുകൾ പറയുന്നത്. ഓക്കെ, the vocabulary of children at the beginning is too limited. തുടക്ക സമയത്ത് കുട്ടികളുടെ വൊക്കാബുലറി എങ്ങനെയായിരിക്കും? ലിമിറ്റഡ് ആയിരിക്കും അല്ലെ? കുറച്ച് പരിധി ഉണ്ടായിരിക്കും. ഒരുപാട് സമയം കുട്ടികൾക്ക് എന്താണ്, ഒരുപാട് വാക്കുകൾ ചിലപ്പോൾ കുട്ടികൾ പറഞ്ഞിരിക്കണമെന്നില്ല. അപ്പൊ ആദ്യത്തെ ഒരു സമയത്ത് തുടക്കത്തില് പ്രാരംഭത്തിൽ എങ്ങനെയായിരിക്കും, ആദ്യം കുറച്ച് വാക്കുകളായിരിക്കും കുഞ്ഞുങ്ങൾ സംസാരിക്കുന്നത്. There is a continuous increase in the amount of one's vocabulary during childhood. Later on, as a result of pressure of needs and learning, the vocabulary goes on developing. ഇനി പിന്നീട് ആദ്യ പ്രാരംഭഘട്ടത്തിൽ എങ്ങനെയായിരിക്കും, വൊക്കാബുലറി കുറവായിരിക്കും അല്ലെ? കുട്ടികൾ സംസാരിക്കുന്നത് കുറവായിരിക്കും. പിന്നീട് അങ്ങനെ എന്താണ്, amount of one's vocabulary during childhood. ചൈൽഡ്ഹുഡിലാണ് ഓരോ കുട്ടികളുടെയും വൊക്കാബുലറി
ഗണ്യമായിട്ട് കൂടുന്നത് അല്ലെ, ആ ചൈൽഡ്ഹുഡ് പീരീഡ്. പിന്നീട് എപ്പോഴാണ് ഡെവലപ്പ് ചെയ്യുന്നത്? പ്രഷർ ഓഫ് നീഡ്സ് ആൻഡ് ലേണിംഗിന്റെ സമയത്ത്, അതായത് അവരുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് പിന്നെ സംസാരിക്കാൻ തുടങ്ങും അല്ലെ. ആവശ്യങ്ങൾ അനുസരിച്ച് അവർ ലേൺ ചെയ്യും. അങ്ങനെയാണ് അവർക്ക് എന്ത് ഡെവലപ്പ് ചെയ്യുന്നത്? പലതരത്തിലുള്ള വേർഡ്സുകൾ അവരിൽ രൂപപ്പെട്ടു വരുന്നത്. നമ്മൾ ആദ്യം പറഞ്ഞില്ലേ, ഒരു 3 വയസ്സുള്ള കുട്ടിയിൽ എത്രത്തോളം വൊക്കാബുലറി ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്? കുറവായിരിക്കും. ക്ലാസ്സിൽ പറഞ്ഞ എത്രയാണ് 3 വയസ്സുള്ള കുട്ടി എൻ- എത്രയാണെന്ന് പറഞ്ഞു? ഒരു എമൗണ്ട് പറഞ്ഞല്ലോ, 900. 900. 900. 900. ഇനി 6 വയസ്സാകുമ്പോൾ എത്രയാണെന്ന് പറഞ്ഞു? 12,000. 12,000. 14,000 14,000 അതിന് വർദ്ധിച്ചു വരുന്നത്. ഓക്കെ, അപ്പൊ അവന്റെ ആവശ്യങ്ങൾക്കനുസരിച്ചിട്ടാണ് അവൻ ലേൺ ചെയ്തത് അല്ലെ. അങ്ങനെ ഓരോ പദങ്ങൾ അവൻ പഠിച്ചാണ് പിന്നെ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വൊക്കാബുലറി ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് വരും. ഓക്കെ, maintenance of the past and addition of the new words in one's vocabulary may continue even in the period of old age, relying upon their reading habits and interests. ഇനി ഈ വൊക്കാബുലറി നമുക്ക് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും? എങ്ങനെയായിരിക്കും മെയിൻറ്റെയിൻ ചെയ്യുന്നത്? പുതിയ പുതിയ വാക്കുകൾ പഠിച്ചുകൊണ്ടിരിക്കാം. പുതിയ പുതിയ വാക്കുകൾ പഠിച്ച് എന്താണ് നമ്മൾ ഏകദേശം ഒരു പ്രായപൂർത്തിയാവുന്ന സമയം വരെ അല്ലെ. അതായത് നമ്മുടെ റീഡിങ് ഹാബിറ്റ്സ് അപ്പോഴും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ താല്പര്യങ്ങളൊക്കെ അതിനനുസരിച്ചിട്ടാണെങ്കിൽ എന്താണ്, നമുക്ക് ഒരുപാട് വാക്കുകൾ ആ ഒരു ഓൾഡ് ഏജ് ടൈം ആയാൽ പോലും, അതായത് നമ്മൾ പ്രായപൂർത്തി ആവുന്നതിനനുസരിച്ച് എന്താണ് നമ്മളിലെ വൊക്കാബുലറി കുറയണോ കൂടുകയാണോ? കൂടും. ഒരുപാട് എക്സ്പീരിയൻസും വാക്കുകളും ഒക്കെ കേൾക്കുന്നതല്ലേ. നമ്മളൊക്കെ എന്തോരം വാക്കുകൾ പറയുന്നുണ്ടാവും അല്ലെ? കണ്ടുപിടിക്കാൻ പറ്റുമത്? ഇല്ല, പറയാൻ പറ്റൂല. കൊറേ ഇങ്ങനെ ചെടപടാ സംസാരിക്കല്ലേ. സംസാരിക്കുന്നുണ്ട്. നമ്മളുടെ അത് കണക്ക് കൂട്ടാൻ മെഷർ ചെയ്യാൻ പറ്റില്ല അല്ലെ. ഓക്കെ, അപ്പൊ ഏജിനനുസരിച്ച് അങ്ങനെ നമ്മൾ പ്രായമാകുന്നതിനനുസരിച്ച് നമ്മുടെ വൊക്കാബുലറി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. In addition to changing vocabulary and speech, the pattern of reaction also change with age. എന്താണ് നമ്മളുടെ ഏജ് കൂടുന്നതിനനുസരിച്ച് അല്ലെ, അല്ലെങ്കിൽ നമ്മളുടെ എന്താണ് നമ്മുടെ പ്രായത്തിനനുസരിച്ച് നമ്മുടെ പ്രതികരണങ്ങൾ മാറും അല്ലെ. നമ്മള് പിന്നീട് അങ്ങോട്ട് ഒരുപാട് ഏജ് ആവുന്ന സമയത്ത് ചില ഒരു എന്താണ് സംസാരങ്ങൾ ചിലപ്പോൾ കുറയും അല്ലെ. നമ്മുടെ ഏജിന്റെ ഒരു മെച്യൂരിറ്റി ഒക്കെ സംഭവിച്ചു കഴിയുമ്പോൾ പ്രായമായവർ കുറെ കഴിയുമ്പോൾ ചിലപ്പോൾ സംസാരം നിർത്തും അല്ലെ. പിന്നീട് ചിലവരെന്താണ് നന്നായിട്ട് സംസാരിക്കും. അപ്പൊ നമ്മളുടെ ആ ഏജിന് വരുന്ന അല്ലെങ്കിൽ നമ്മുടെ പക്വത അനുസരിച്ച് നമുക്ക് ഉണ്ടാകുന്ന ആ ഒരു പക്വത അനുസരിച്ച് എന്ത് സംഭവിക്കുന്നു? എന്തെങ്കിലും തരത്തിലുള്ള വൊക്കാബുലറി സ്പീച്ചിൽ എന്തെങ്കിലും തരത്തിലുള്ള വ്യതിയാനങ്ങൾ വന്നേക്കാം. ആ ഒരു സമയമാകുമ്പോൾ മാത്രമേ ചിലപ്പോ വൊക്കാബുലറീസ് കുറയുള്ളൂ അല്ലെ. അപ്പൊ തീരെ വയ്യാത്ത ഒരു സിറ്റുവേഷൻ ഒക്കെ ആവുന്ന സമയത്ത് എന്താണ് സംസാരിക്കാതൊക്കെ വരും. നന്നായിട്ട് സംസാരിക്കുന്ന വൃദ്ധന്മാരെയും കണ്ടിട്ടുണ്ടല്ലേ. ഇപ്പോഴും ചിലവര് നല്ല ഇപ്പൊ 10, 85, 89 വയസ്സാണെങ്കിലും 90 വയസ്സാണെങ്കിലും നല്ലോണം സംസാരിക്കുന്നവരുണ്ടായിരിക്കും പ്രായമായ ആൾക്കാർ. നിങ്ങൾ ഇപ്പൊ എടുത്ത പാരഗ്രാഫ് ഓരോന്ന് വായിക്കാവോ? എനിക്ക് വരാം. ഓക്കെ മിസ്സേ. ഓക്കെ, വായിച്ചോ?
മിസ് ആ ഫസ്റ്റ് സെന്റൻസ് ഇല്ലേ അതിൽ 3 ഇയറിലോ 6 ഇയറിലോ എത്രത്തോളം വേർഡ്സ് സംസാരിക്കുന്നുള്ളതല്ലേ? ഞാൻ അതിലില്ലേന്, ക്ലാസ്സിലില്ലായിരുന്നു. ഉണ്ടായിരുന്നില്ല അത് ഉണ്ടില്ലേ? 3-year-old has vocabulary about 900 words. 3-year-old കുട്ടിയാണെങ്കിൽ എന്താണ് 900 വേർഡ്സ് എങ്കിലും അവർക്ക് വൊക്കാബുലറീസ് ഉണ്ടായിരിക്കും. ഇനി 6 വയസ്സാകുന്നതനുസരിച്ച് എന്താണ് പിന്നീട് അത് 12,000 ആയിരിക്കും. പിന്നെ അങ്ങനെ ഏജ് കൂടുന്നതിനനുസരിച്ച് എന്താണ് വേർഡ്സുകൾ കൂടുമ്പോൾ, അതായത് പദാവലി കൂടുന്നതിനനുസരിച്ചാണ് കുട്ടി റെസ്പോണ്ട് ചെയ്യുന്നത്. വേർഡ്സ് കൂടുന്നു ഓരോ ഏജിനനുസരിച്ച് കേട്ടോ. ഓക്കെ, ഇത്രേ പറഞ്ഞോളൂ. ഓക്കെ, നമ്മൾ ഈ പറഞ്ഞ ആക്ടിവിറ്റീസിന്റെ നേരെ നിങ്ങളൊന്ന് അണ്ടർലൈൻ ചെയ്യണേ. ആക്ടിവിറ്റീസ് ലിസണിംഗ്, സ്പീക്കിംഗ് സ്കിൽസ് ഡെവലപ്പ് ചെയ്യുന്ന ആക്ടിവിറ്റീസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞില്ലേ? ഇതൊക്കെയായിരുന്നു സ്റ്റോറീസ്, റെസിറ്റേറ്റിംഗ് റൈംസ്, ലിസണിംഗ് ടു റെക്കോർഡ് തുടങ്ങി സ്പീക്കിംഗ് സ്കിൽസിന്റെ ചിൽഡ്രൻ വരെ അണ്ടർലൈൻ ചെയ്യണം കേട്ടോ. ആക്ടിവിറ്റീസ് തുടങ്ങി സ്പീക്കിംഗ് സ്കിൽസ് ഇൻ ചിൽഡ്രൻ വരെ അണ്ടർലൈൻ ചെയ്യാം. ഉണ്ടോ? കണ്ടു മിസ്. യെസ്. ഇനി സീക്വൻസ് ഓഫ് ലാംഗ്വേജ് ഡെവലപ്മെന്റ് കൂടി ഒന്ന് പറയട്ടെ കേട്ടോ. കുറച്ച് പോയിന്റ്സ് പറയാം, കഴിഞ്ഞിട്ട് നമുക്ക് സീക്വൻസ് ഓഫ് ലാംഗ്വേജ് ഡെവലപ്മെന്റ്. അതായത് ലാംഗ്വേജ് ഡെവലപ്മെന്റിന് ഒരു കുട്ടിയുടെ ഭാഷ വികസിപ്പിച്ചതിന്റെ ഒരു ക്രമം എങ്ങനെയാണ് എന്നതിനെ കുറിച്ചിട്ടാണ് പറയുന്നത് കേട്ടോ. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, ശ്രദ്ധിക്കാം. അതായത് ഭാഷാ വികസനത്തിന്റെ ക്രമം എങ്ങനെയാണ്. There may be individual differences so far as the language development is connected, but the order remains the same for all. എന്താണ്? അതായത് എല്ലാവരിലും ഇൻഡിവിജ്വൽ ഡിഫറൻസസ് ഉള്ളവരാണ് അല്ലെ. പക്ഷെ ലാംഗ്വേജിന്റെ കാര്യത്തിൽ എന്താണ് ചില വ്യതിയാനങ്ങളുണ്ട്. അതായത് അതിന്റെ ക്രമം എല്ലാവർക്കും ഒരുപോലെ, എല്ലാവരും ഇൻഡിവിജ്വൽ ഡിഫറൻസ് ഉണ്ടായിരിക്കും. പക്ഷെ ഭാഷയുടെ കാര്യത്തിൽ എല്ലാവരുടെയും ലാംഗ്വേജിന്റെ ആ ഒരു സീക്വൻസ് അല്ലെങ്കിൽ ക്രമം എന്ന് പറയുന്നത് എന്താണ്, എല്ലാവരും ഏകദേശം ഒരേപോലെ തന്നെയായിരിക്കും ആ ലാംഗ്വേജ് പഠിച്ചു വരുന്നത്. ഓക്കെ, വ്യക്തി വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കാം, പക്ഷെ ലാംഗ്വേജിന്റെ ക്രമം എപ്പോഴും എന്താണ് ഒരേപോലെ ആയിരിക്കും. ഓക്കെ, ബട്ട് ഓർഡർ റിമെയിൻസ് ദ സെയിം ഫോർ ഓൾ. എന്നാൽ എല്ലാവർക്കും ഭാഷാ വികസനത്തിന്റെ ക്രമം ഒരേപോലെ ആയിരിക്കും. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ് നോക്കാം. The general arrangements of language development is as follow. എന്തൊക്കെ അറേഞ്ച്മെന്റ്സിലൂടെയാണ് ഒരു കുട്ടിയില് ലാംഗ്വേജ് ഡെവലപ്മെന്റ് രൂപപ്പെടുന്നത്? ഫസ്റ്റ് നോക്കിയേ, at birth language is practically absent. ജനന സമയത്ത് എങ്ങനെയാണ് ലാംഗ്വേജ് ഉണ്ടോ? ഇല്ല. ജനന സമയത്ത് ഭാഷ പ്രായോഗികമല്ല അല്ലെ. ഭാഷ ഇല്ല അവിടെ അല്ലെ. കുഞ്ഞ് ജനിക്കുന്ന സമയത്ത് കുഞ്ഞിൽ എന്താണ് ലാംഗ്വേജ് രൂപപ്പെടുന്നില്ല. ഓക്കെ, അതെല്ലാവരിലും ഒരേപോലെ തന്നെയാണ് അല്ലെ. At about 4 weeks, small throat sounds are noticed. ഇനി 4 ആഴ്ച കഴിയുന്ന സമയത്ത് കുഞ്ഞിന്റെ തൊണ്ടയിൽ നിന്ന് എന്താണ് ചെറിയ സൗണ്ട്സ് ഒക്കെ പുറപ്പെടുവിക്കുന്നു അല്ലെ. About 4 weeks ആണ് കേട്ടോ. സ്മോൾ ത്രോട്ട് സൗണ്ട്സ് ആർ നോട്ടീസ്ഡ്. ചെറിയ രീതിയിലുള്ള സൗണ്ട്സ് ഒക്കെ ഒരു 4 ആഴ്ചക്കുള്ളിൽ പുറത്തേക്ക് വരും. ഓക്കെ, അത് എന്ത് സൗണ്ട് ആണ് മെയിൻ ആയിട്ട്? എന്ത് സൗണ്ട് ആണ് കുഞ്ഞ് പുറപ്പെടുവിക്കുന്നത്? കരച്ചിൽ കേട്ടോ. ഇനി the starting point in language development is a child smile and cooing at the age of 16 weeks. ഇനി ഒരു ലാംഗ്വേജ് കുഞ്ഞ് സ്റ്റാർട്ട് ചെയ്ത് വരുന്ന ആ ഒരു ടൈം എന്ന് പറയുന്നത്, സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് പറയുന്നത് ഏകദേശം ഏതൊരു സമയത്താണ്? 16 ആഴ്ച എത്തുന്ന സമയത്ത് അല്ലെ. ഒരു 16 വീക്സ് ആവുന്ന സമയത്ത് കുഞ്ഞ് എന്ത് ചെയ്യുന്നു? സ്മൈൽ ആൻഡ് കൂയിങ്. സ്മൈൽ ആൻഡ് കൂയിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്മൈൽ എന്താണ്? പുഞ്ചിരിക്കുക ശബ്ദം അല്ലെ. കൂയിങ് എന്നൊരു ശബ്ദം പുറപ്പെടുവിക്കാൻ തുടങ്ങും. പുഞ്ചരിയും ശരിക്കും പറഞ്ഞാൽ കൂവൽ എന്ന് പറയാം അല്ലെ. കൂവുന്നു, കുഞ്ഞു കൂവുന്നു. ആ കൂവല് പോലെ പുറപ്പെടുവിക്കുന്ന 2 ശബ്ദങ്ങൾ, 2 ആക്ഷൻസ് ആണ് അവിടെ നടക്കുന്നത്. കുഞ്ഞ്
ചിരിക്കുകയും അതിനോടൊപ്പം എന്താണ് മൂവിങ് ചെയ്യും. ഇതാണ് ലാംഗ്വേജിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. അത് ഏത് ആഴ്ച എത്തുമ്പോഴാണ്? 16ാമത്തെ ആഴ്ച എത്തുമ്പോഴാണ്. ഓക്കെ. Then around 28 weeks. ഇനി 28ാമത്തെ ആഴ്ച the bubbling stage begins. എന്താണ് bubbling stage? തുപ്പലങ്ങനെ പതപ്പിക്കുകയാണോ കുട്ടികളെ? 2:10 ഓ 2:10 വെയിറ്റ് ചെയ്ത. ഓക്കെ. 2:10. അപ്പൊ ഇന്ന് പോർഷൻ ഇത് മതി, ഇവിടെ വരെ മതി. നമ്മൾ എന്താ പറഞ്ഞ കഴിഞ്ഞ വീക്കില്, കഴിഞ്ഞ ക്ലാസ്സിൽ എന്താ പറഞ്ഞിരുന്നത്? വീഡിയോ ഓൺ ആക്കി ആ വീഡിയോ എല്ലാവരും ഓൺ ചെയ്ത് ഒന്ന് കാണാമെന്ന് പറഞ്ഞിരുന്നു അല്ലേ? ഓക്കെ, ഓൺ ചെയ്തോളൂ. നോക്കട്ടെ ആരൊക്കെ ഓൺ ചെയ്യാന്ന് നോക്കട്ടെ. ഫാത്തിമ, ഫർസാന, ഷാദിബ എന്നാണോളോ പേര്? അയ്യോ, ഷാരിബക്ക് ചിരി അടക്കാൻ സാധിക്കുന്നില്ല. ആരൊക്കെ ഓണാക്കിന് കാണാന് സ്ക്രോൾ ചെയ്യേണ്ടി എന്റെ പേര് പറഞ്ഞില്ല. ഞാനാണ് അമൃത. ഓപ്പണാക്കും. സെലിബ്രേറ്റ് ചെയ്ത് വരുന്ന പോലെയാണ് ഇത് വന്നത്. ഈ ഷാദിബാനെ പോലത്തെ ഒരു കുട്ടി എന്നോട് പഠിച്ചിട്ടുണ്ട്. ആര്യാന്നായിരുന്നു പേര്. അതേ ഫേസ്. ഇതിലാണോ? ആരെങ്കിലും ട്രാവൽ ചെയ്യുന്നുണ്ടോ? അമൃത ഫാനിട്ടേന്ന് വെച്ചാണ് കേൾക്കുന്നത്. ഓഫ് ചെയ്തോ? ഓഫ് ചെയ്ത്. ഫാനൊക്കെ ഇട്ട് മുടിയൊക്കെ പറപ്പിച്ച് ഇരിക്കാണ് റീലെടുക്കുന്ന പോലെ. ഇല്ല, ഭയങ്കര ചൂട്. ഞാൻ പുറത്ത് പോയിട്ട് ഇപ്പൊ വന്നതേ ഉള്ളൂ. അപ്പോഴത്തേക്ക് ഭയങ്കര ചൂട്. അപ്പൊ മുഖത്തിരി കാറ്റ് നാണുന്നുണ്ടോ? ശ്രീലക്ഷ്മി ഭയങ്കര നാണം. ഇവർക്ക് നാണം ഇല്ലാത്തതുകൊണ്ടാണ് ഒരു കഴിഞ്ഞ ദിവസം ക്യാമറ ഓൺ ചെയ്തു. അതൊന്നും എനിക്ക് കുഴപ്പമില്ല. അമൃതയാണ് കുറെ നേരം, അമൃതയും സഫിയാണ് കുറെ നേരം ക്യാമറ ഓൺ ചെയ്തിരുന്നത്. ബാക്കി ആരും ഓൺ ചെയ്തിട്ടില്ലേ? കാണുന്നില്ലല്ലോ. പറയൂ, വിശേഷം പറയൂ, എന്തൊക്കെയാണ്? സുഖമാണ് ടീച്ചർ. ചൂടുണ്ടോ? ചൂടുണ്ടോ ടീച്ചർ? ക്ലാസ് ഒക്കെ സൂപ്പർ. എല്ലാരും ഉറക്കത്തിലാണോ? ഞാൻ ഉറങ്ങിയല്ല കേട്ടോ, ഞാൻ ഈ ഫോൺ ഇങ്ങനെ താഴെ വെച്ചേക്കുന്നോണ്ട് ഓരോരുത്തരുടെ പേര് പറഞ്ഞിട്ടൊന്ന് പരിചയപ്പെടുത്തായിരുന്നു അല്ലേ? അതന്നെ അതാണ് നല്ലത്. ഒരാൾക്ക് പേര് പറഞ്ഞത്. ഞാൻ തന്നെ പരിചയപ്പെടാദ്യം. എന്റെ പേര് അമൃത, ഞാൻ തിരുവനന്തപുരത്ത് നിന്നായിരുന്നു. പിന്നെന്താ പറയാ, ഞാൻ അടുത്ത ആള് പറയും. എന്റെ പേര് ഇരട്ടയാറ്, ഇടുക്കി. കാണാൻ പറ്റുമോ? പനിയാണേ. പനിയാ, പനി. ഇല്ല, കേറിയില്ലായിരുന്നു. പനിയായിട്ട് 2-3 ദിവസമായി. കുഴപ്പമില്ല. ഇവരൊക്കെ കണ്ടിട്ടുണ്ടോ? ഞാൻ അമൃതേനെ കണ്ടിട്ടുണ്ട്. ഫേമസ് ആണോ? അമൃതേനെ അറിയാം. ഞാൻ എപ്പോഴും സംസാരിക്കുന്നോണ്ടായിരിക്കും. അടുത്ത ആളാരാണ്?
എന്റെ പേര് ശ്രീലക്ഷ്മി ആൻമേരിയ, പറയൂ. ഞാൻ പറയാം, ഞാൻ പാലക്കാട്, ഫാത്തിമ മണ്ണാർക്കാട്. ആൻമരീനെ കണ്ടിട്ടില്ല. ഇല്ല. ആൻമരിയ കുട്ടിയാണോ? അല്ലല്ലോ. അല്ല. പഴയ കുട്ടി തന്നെയാ. കുഞ്ഞു കുട്ടിയാണോന്നാ ചോദിച്ചത്, പഴയ കുട്ടിയാണോന്നല്ല. കുഞ്ഞു കുട്ടിയോ? ഇല്ല, എനിക്കൊരു കുട്ടിയുണ്ട്. പിന്നെ അടുത്ത ആരാണ്? ജാസ്മിൻ തന്നെ കണ്ട് കഴിഞ്ഞ ദിവസം കണ്ടു. ജാസ്മിൻ എവിടെ സ്ഥലം? കാലിക്കറ്റ്. ഓക്കെ. കോഴിക്കോട് മനസ്സിലായോ? അടുത്തതാരാ? ഫാത്തിമ. ഞാൻ ഫാത്തിമ സയാന, മുക്കം, കോഴിക്കോട്. ഏതാ മറ്റേ സിനിമയിലുള്ള മുക്കാണോ? യെസ് തന്നെ. എന്ന് നിന്റെ മൊയ്തീൻ. മുക്കത്തെ പെണ്ണാണ് ഫാത്തിമ. ഓക്കെ. ഫാത്തിമ എന്താ വേറെന്തെങ്കിലും പഠിക്കുന്നുണ്ടോ? ഞാനോ? ഇപ്പൊന്നും ചെയ്യുന്നില്ല. ഞാന് ഒരു ട്യൂഷൻ സെന്ററിൽ പോവലുണ്ടായിരുന്നു. എന്താണ് പറയൂ? എന്റെ പേര് ശ്രീലക്ഷ്മി. ഞാൻ കട്ടപ്പന. എന്തൊരു ശരിയാണ് നോക്കി. എന്റെ പേര് മനസ്സിലായില്ല. എന്താ പേര്? പേര് ശ്രീലക്ഷ്മി. ശ്രീലക്ഷ്മി. കറക്റ്റ് ഫോട്ടോയിൽ കാണുന്ന ഡിറ്റോ. കറക്റ്റ് ഫോട്ടോ തന്നെ. അടുത്ത ഷിനി ചന്ദ്രൻ പറയൂ. ഞാൻ എറണാകുളം പള്ളിക്കര. എറണാകുളം. ഓക്കെ. അടുത്ത ആൾ ഓരോരുത്തർ പറഞ്ഞോളൂ, ക്യാമറ ഓൺ ചെയ്തിട്ട്. കാണാമോ ടീച്ചർ എന്നെ? മിസ് കാണാമോ? കാണാം. ഐശ്വര്യ. ചിരി കാണാം. എന്റെ പേര് ഐശ്വര്യ, ട്രിവാൻഡ്രത്താണ് വീട്. എവിടെയാണ്? നാട്ടുകാര്. ട്രിവാൻഡ്രം. കേട്ടില്ലടോ. തിരുവനന്തപുരം. മലയാളത്തിൽ പറയും, അപ്പൊ മനസ്സിലാവും. തിരുവനന്തപുരം ആറ്റിങ്ങൽ കല്ലറ. അറിയോ? അറിയാം. എന്റെ സ്ഥലം ചെറിയങ്കിലാണ്. എന്റെ സ്ഥലം ചെറിയങ്കിലാണ്. അല്ല, സോറി. ഐശ്വര്യനെ കുറിച്ചൊന്ന് പറയോ? ഹലോ ഐശ്വര്യ, എന്നെ കുറിച്ചൊന്ന് പറയോ? ഒന്ന് പറയൂ ഇതിനെ കുറിച്ച്. ഇതിനെ കുറിച്ച് എന്താ പറയാനാ? ചോദിക്കൂ. ഐശ്വര്യ നന്നായിട്ട് റീൽസ് ഒക്കെ ചെയ്യാറുണ്ട്. റീൽസ് ഒക്കെ ചെയ്ത് അതുകൊണ്ടാണ് ഞാൻ പറയാൻ പറഞ്ഞത്. ഐശ്വര്യ പൊളിയാണല്ലോ. ഐശ്വര്യ ഒരു സിനിമ നടിനെ പോലെയാണ്, റീൽസ് ചെയ്യാറുണ്ട് നല്ല അടിപൊളിയായിട്ട്. നല്ല ചിരിയാ. ഐശ്വര്യ എന്താണ് മോണ്ടിസോറി സെലക്ട് ചെയ്തത്? ടീച്ചിങ് ഇഷ്ടമാണ്. എന്തുകൊണ്ടാണ്? ഐശ്വര്യ മാരീഡ് അല്ലല്ലോ? അല്ലല്ല. അല്ല. ഏത് കോഴ്സ് കഴിഞ്ഞിട്ടാണ് മോണ്ടിസോറി ചെയ്യുന്നത്? ഡിഗ്രി. കേൾക്കുന്നില്ലേ? കേൾക്കാം. ഇയാള് സംസാരിച്ചു കഴിഞ്ഞിട്ടാണ് വാ അനങ്ങുന്നത്, അതുകൊണ്ടാണ്. ആണോ? റേഞ്ച് പ്രോബ്ലം ഉണ്ടോ? ഞാൻ ഐശ്വര്യ എന്ന് പറഞ്ഞ ഈ കുട്ടീനെ ആദ്യമായിട്ട് കാണുന്നത് കേട്ടോ. പേര് പിന്നെ ആദ്യമായിട്ടാണ്. ഞാനും കണ്ടിട്ടുമില്ല കേട്ടിട്ടുമില്ല, ആദ്യമായിട്ടാ. ഇപ്പൊ കാണാമോ? ഇപ്പൊ കാണുന്നുണ്ട്. ഞാൻ പുറത്തു പോയിട്ട് വന്നതാണ്, അതുകൊണ്ടാണ് കുറച്ച് വൃത്തിയിലിരിക്കുന്നത്. ശ്രീലക്ഷ്മിയുടെ മോളാണോ അത്? അതെ മിസ്. ഇളയ മോള്. എന്താണ് പേര് പറ? നല്ല മുടിയാണല്ലോ, പേളിമാണിന്റെ മുടി. കേളിമാണിയുടെ മുടി. അതന്നെ, ശ്രീനിക എന്നാണ് പേര്. ശ്രീനിക.
സുന്ദരിയാണല്ലോ. എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നേ? ഇല്ല, ഇവള് അംഗൻവാടിയിലാണ്. ഒരാളൂടെ ഉണ്ട്, മൂത്തത് ഒരാളൂടെ ഉണ്ട്. നിങ്ങളുടെ കുട്ടികളൊക്കെ ഇവിടെ പോയി പഠിക്കാൻ പോയോ? ക്ലാസ്സിൽ പോയോ? അംഗൻവാടി പോയി. എന്റെ മിസ് രണ്ടാളും ഇല്ല കേട്ടോ, കല്യാണം കഴിച്ചു. മോനാണോ? രണ്ടുപേരുണ്ടോ? രണ്ടുപേരുണ്ട്. ഒരാൾ ഉറങ്ങുവാണോ? ഉറങ്ങുന്നല്ല. ഒട്ടും കുരുത്തക്കേടില്ലാത്ത പിള്ളേരാണെന്ന് തോന്നുന്നു. തീരല്ല. ഇവന് സൈലന്റാ. ഹോസ്പിറ്റലാണോ? അതെ മിസ്. പനിയൊക്കെ മാറിയോ? ഇല്ല, പനി മാറി, കോൾഡ് ഉണ്ട്. ഇവയ്ക്കൊരു മോളല്ലേ? മോനാണോ? മോളും ഉണ്ട് മോനും ഉണ്ട്. മോളുണ്ട് മോനുണ്ട്. ഓ, ഇതാണല്ലേ ആ ഓയസിന്റെ ഉടമ. ഈ ഓയസ് ഞാനും ഭയങ്കര കമ്പനിയാണ്, പക്ഷെ ആളിനെ കണ്ടിട്ടില്ല. ഹലോ. ഹായ്. ഇത്രയും പേരുള്ളൂ? നമ്മൾ എത്ര പേരുണ്ട്? 35 പേരുണ്ട്. അതില് എത്ര പേര് ക്യാമറ? ഇനിയുണ്ടല്ലോ. എനിക്ക് നിങ്ങളെ ഹലോ. എവിടെയായിരുന്നു? അബുദാബിയിലാണ്. ഓണത്തിന് നാട്ടിൽ പോയിരുന്നു. ഓണത്തിന് പോയി എത്തി. 1 മാസം നിന്നു പോന്നു. മക്കള് നാട്ടിലാണ്. തൃശ്ശൂരാണ്. തൃശ്ശൂര്. ഞാനും തൃശ്ശൂരാണ്. തൃശ്ശൂർ എവിടെയാ? തൃശ്ശൂർ എവിടെയാ? ഞാനും തൃശ്ശൂരാ. ആണോ? പുത്തൂര് സൂന്റെ ഒക്കെ അടുത്ത്. അതെയോ? കുട്ടനല്ലൂര്. അതെയോ? ഞാന് തൃപ്രയാർ. തൃപ്രയാറ്. അറിയാം. അമ്പലം ആ ഭാഗം. അഞ്ചു പുറത്താണോ? ക്ലാസ്സിലാണോ തോന്നുന്നു? മിസ്, എന്റെ പേര് അഞ്ജു. കണ്ണൂരാണ്. ക്ലാസ്സിലാണുള്ളത്. ക്ലാസ് ഒന്ന് കാണിച്ചേ. കുട്ടികളുണ്ടോ? എന്തോ? ക്ലാസ് ഒന്ന് കാണിച്ചേടോ. ഭക്ഷണം കഴിക്കുന്നവരെ ഓക്കെ. അഞ്ച് എവിടെ? സ്ഥലം എവിടെയാണ്? കണ്ണൂര്. കണ്ണൂര്. ഓക്കെ. എല്ലാരും കണ്ടിട്ടില്ല. ഇനിയുണ്ട് ടീച്ചർ, ഇനിയും കുറെ പേര് പരിചയപ്പെടാനുണ്ട്. മിണ്ടാതിരിക്കുന്നത്? എന്റെ പേര് ആതിര. തൃശ്ശൂരാണ്. തൃശ്ശൂര് മാള. ആതിര മാരീഡ് ആണോ? ആതിര മാരീഡ് ആണ്. 2 പിള്ളേരുണ്ട്. ഓക്കെ. എന്റെ പേര് ദിവ്യ. പറഞ്ഞോളൂ. ഞാൻ അനുപമ. പറഞ്ഞോളൂ കേട്ടോ. ഞാൻ അനുപമ. ഹലോ. എവിടെ വീട്? അനുപമന്റെ വീട് എവിടെ? തലശ്ശേരി, കണ്ണൂർ ഡിസ്ട്രിക്ട്. എത്ര കുട്ടികളുണ്ട്? 2 കുട്ടികളുണ്ട്. മൂത്താള് ഡിഗ്രി, രണ്ടാമത്തേത് 10th. ഹലോ മിസ്സേ, ഞാനിപ്പോ കോള് വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ. ചെറിയ എമർജൻസി ഉണ്ട്. കട്ട് ചെയ്യാണ് ക്ലാസ്. നിങ്ങള് ലീവ് ചെയ്തോളൂ കേട്ടോ. താങ്ക് യു മിസ്. ഓക്കെ മിസ്. താങ്ക് യു മിസ്. ഓക്കെ, താങ്ക് യു മിസ്. എല്ലാരെയും കണ്ടതിന് സന്തോഷം. കുറെ പേരൊന്നും പരിചയപ്പെടുത്തിയില്ല അല്ലേ? ഞാൻ ദിവ്യ കേട്ടോ. എന്നെ കാണുന്നുണ്ടോ? കണ്ടു.
ഞാനും തൃശ്ശൂര് പാലക്കാട് ബോർഡറാണ്. എവിടെയാ സ്ഥലം? ബോർഡർ. ചെറുതുരുത്തിയാണോ? ചെറുതുരുത്തിയാണോ? തിരുവില്ലാമല. തിരുവില്ലാമല. ഹസ്ബൻഡിന്റെ അവിടെ കൊളപ്പുള്ളിയാണ് സ്ഥലം. അതെയോ? ഭാരതപ്പുഴ അടുത്ത് തന്നെ. എല്ലാവർക്കും ഹായ്. നല്ല പല്ലാണല്ലോ കാണാൻ, നല്ല രസമുണ്ട്. ഇപ്പൊ മാറിയ ആളിന്റെ കൊറേ പേരുണ്ടല്ലോ, ആരുടെ ആവോ? ഇപ്പം നാണം കൊണ്ട് മാറിയ ആളിന്റെ സജിത. ഞാനോ? അയ്യോ, എന്റെ പല്ലിപ്പോ പൊന്തി, പ്രായായിപ്പോ. എനിക്ക് ഏജ് ഉണ്ട് കേട്ടോ, 39 ഉണ്ട്. അതൊന്നും ഒരു പ്രശ്നമല്ല, അതൊന്നും ഒരു പല്ല് പൊന്തി കാരണം ഇപ്പൊ ഭയങ്കര പ്രശ്നം ഫീൽ ചെയ്യണു. എന്റെ പല്ലും പൊന്തിയായിരിക്കുന്നു, അത് ഒരെണ്ണം മാത്രം. ആദ്യമായിട്ടല്ലേ കാണുന്നത്, സന്തോഷമുണ്ട്. എനിക്ക് നല്ല പല്ലുവേദനയും പനിയൊക്കെയാ. റെസ്റ്റ് എടുക്ക്, ശരിക്കും ആവിയൊക്കെ പിടിക്കും. ആവിയൊക്കെ പിടിക്കുന്നുണ്ട്, പക്ഷെ സുഖമില്ല. തൊണ്ടയ്ക്കൊക്കെ വേദന. ജലദോഷം ഉണ്ടോ? ഇടയ്ക്ക് എനിക്കിപ്പം ക്ലൈമറ്റിന്റെ ആയിരിക്കും. രാത്രിയൊക്കെ ആകുമ്പോ ഭയങ്കര മഞ്ഞൊക്കെ അല്ലേ, അതിന്റെ ആയിരിക്കും. ഇവിടെ ഭയങ്കര തണുപ്പാണ്. ഞാൻ ഹൈ റേഞ്ച് ആണേ. ഇതെന്താണ് സംസാരിക്കാത്ത? ഇതേ കണ്ടിട്ടില്ലല്ലോ. ഗ്രൂപ്പിൽ ഓരോ ഡൗട്ട് ചോദിച്ചു വരാറുണ്ട് എന്നല്ലാതെ കണ്ടിട്ടില്ല. കണ്ടില്ലല്ലോ, പോയോ? കുറച്ചു പേരേ ഉള്ളൂ അല്ലേ? നെറ്റ് അടിച്ച എല്ലാരും? കുറച്ചു പേരേ ഉള്ളൂ. ക്ലാസ് ലീവ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോ എല്ലാരും കട്ട് ചെയ്തു എന്ന് തോന്നുന്നു. ടീച്ചർ പോയിട്ടുണ്ടോ? പക്ഷേ ടെക്നിക്സ് സഫിയനെ കാണുമ്പോ തന്നെ ഒരു ടീച്ചർ ലുക്ക് ഉണ്ടല്ലേ? ഉണ്ടല്ലേ? കണ്ണാടി താങ്ക് യു. ഇപ്പൊ ടീച്ചർ ആണല്ലോ, അതറിയില്ല. കുറെ പേര് നന്നായി സംസാരിക്കും. ഫാഷൻ ഡിസൈനിങ്ങിന്റെ ടീച്ചർ അല്ലേ, അതുകൊണ്ട് ടീച്ചർ ആണല്ലോ, കുഴപ്പമില്ല. കുട്ടിയോ? ചെറിയ കുട്ടി മാത്രമേ ഉള്ളൂ, ഉറങ്ങാ. ഫാഷൻ ഡിസൈനിലെ ടീച്ചർ. ഞാൻ ഇതിന്റെ ഇടയ്ക്ക് ഒരു ക്ലാസ് കഴിഞ്ഞൂലേ. ഓൾഡ് കുറവുണ്ട് ദിവ്യക്ക്. ദിവ്യന്റെ സൗണ്ടും ദിവ്യന്റെ മുഖമായിട്ട് ഒരു ബന്ധമില്ല കേട്ടോ. ദിവ്യന്റെ സൗണ്ടും ദിവ്യന്റെ മുഖമായിട്ട് ഒരു ബന്ധമില്ല. ഇവരിങ്ങനെ പറയുമ്പോ നമുക്ക് വിഷമമാവണം എന്നുള്ളത് ചിന്തിക്കില്ല. അതെന്താണ് അങ്ങനെ പറയാൻ കാരണം? സൗണ്ടും മുഖമായിട്ട് ബന്ധമില്ല പറയുമ്പോ നമ്മൾ ഇമാജിൻ ചെയ്തിട്ടുള്ള പിക്ചർ അല്ലേ? അതെ അതെ അതെ, നമുക്ക് സൗണ്ട് കണ്ടിട്ടില്ലേ? മെഡിറ്റേഷൻ ക്ലാസ്സിലൊക്കെ കണ്ടിട്ടുണ്ട്. ദിവ്യന്റെ മുഖവും സൗണ്ടും അതുപോലെ തന്നെ നേരത്തെ തന്നെ ഓർമ്മയുണ്ട് മനസ്സില്. പക്ഷെ ഞാൻ സഫിയനെ കുറിച്ച് കുറച്ചുകൂടെ വേറൊരു മുഖമായിരുന്നു എന്റെ മനസ്സില്. സഫിയനെ ഞാൻ കണ്ടിട്ടുണ്ട്, ഫോട്ടോസിലൊക്കെ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് വലുതായിട്ട് മാറ്റം തോന്നുന്നില്ല. എന്റെ ഒരു അഭിപ്രായം പറയട്ടെ, ഞാൻ സഫിയയുടെ സൗണ്ട് കേട്ടപ്പോ 3 കൊച്ചുകളുടെ അമ്മ എന്റെ അപ്പുറത്തൊരു ഇത്തി ഉണ്ടായിരുന്നു. ഞാൻ ആ ഇത്തയുടെ ഒരു മുഖാർന്ന് എനിക്ക് ഉണ്ടായിരുന്നു. പക്ഷെ ആരും കണ്ണു ദയവേത് ആരും കണ്ണു വെക്കരുത്, എന്റെ സ്വന്തം മക്കളാണ്. കഴിവ് തന്നെ. അമ്മതന്നെ കണ്ണൊക്കെ പുറത്തേക്ക് ചാടണ പോലെ ഉണ്ട്. അതല്ല, ഇവിടുത്തെ ഓരോ പിള്ളേര് വെച്ചിട്ട് തന്നെ വീഡിയോ കണ്ടപ്പോ അത്രയൊന്നും തോന്നിയൊന്നുമില്ല. പ്രായത്തിന്റെ മാത്രല്ല കേട്ടോ, സംസാര രീതിയല്ല ഞാൻ പറഞ്ഞത്. നമ്മളുടെ സൗണ്ടും നമ്മളുടെ രൂപമായിട്ട് അവർക്ക് മാച്ച് ചെയ്യാത്തതേ. നമ്മളുടെ സൗണ്ടിൽ കൂടെ നമ്മളുടെ നല്ല മനസ്സാണ് കാണുന്നത് അവര്, നമ്മളുടെ മുഖല്ലല്ലോ. അതെ അതെ അതെ, അത് മാത്രമല്ല നിങ്ങളെ സൗണ്ട്, ദിവ്യയുടെ സൗണ്ട് കേൾക്കുമ്പോൾ പ്രധാനമായിട്ട് ഞാൻ ഒരു വലിയൊരു ഒരു ഭയങ്കര സെലിബ്രിറ്റി മുഖമൊക്കെ ഇതാക്കി വെച്ചിട്ട് പെട്ടെന്ന് കണ്ടപ്പോഴത്തേക്ക് അയ്യോ സൗണ്ട് ഇതിലോട്ട് മനസ്സിലായോ? അതാണ് എല്ലാ കാര്യത്തും മനസ്സിലായില്ലേ? അതാണ്. അതെ അതെ അതെ, അത് നമ്മളെ ഇമാജിനേഷൻ ആണ്. നമുക്ക് 4 കുട്ടികളുണ്ട് വിചാരിച്ചിട്ടേ കൊറേ പേര് വിചാരിച്ചു എനിക്ക് 50-60 വയസ്സൊക്കെ ഉണ്ടാവും എന്നൊക്കെ വിചാരിച്ചിരിക്കാണ് അല്ലേ? അങ്ങനെയൊക്കെ ചിന്തിച്ചില്ലേ? പറഞ്ഞില്ല കേട്ടോ. ഇല്ല, സഫിയനെ കണ്ട വലിയ പ്രായം തോന്നൂല. പ്രായം കുറവാ തോന്നണേ, അതായിരിക്കും എല്ലാരും പറഞ്ഞത്. സഫിയ ശരി, ഞാൻ സമ്മതിച്ചു. സഫിയ,
സത്യം പൊക്കിയതല്ല, സീരിയസ് ആയിട്ട് കണ്ടാ ദിവ്യയാണോ? തോന്നൂല 4 എന്താ ദിവ്യ പിള്ളേരുണ്ടെന്ന്. എന്താ പറഞ്ഞോളൂ. ഇൻസ്റ്റിറ്റ്യൂട്ടിലൊന്നും പോകണ്ടേ? അതായത് ഫാഷൻ ഡിസൈനിങ് ടീച്ചർ ആവുമ്പോ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വേണ്ട വേണ്ട, പോകണ്ടേ? ഓൺലൈൻ ടീച്ചറാണ് മോളെ, അതുകൊണ്ട് പോകേണ്ട ഓൺലൈൻ. ആവശ്യമില്ല. അപ്പൊ ഓൺലൈൻ ക്ലാസ് എടുക്കുക? യെസ്, ഓൺലൈൻ ആയിട്ട്. എത്ര ടൈം എത്ര? ടൈം ഒന്നും, അതൊരു ഹാഫ് ആൻ അവർ ഉണ്ടെങ്കിൽ മതി. ഞാനൊക്കെ എന്താ ഒന്നും മിണ്ടാത്തെ? കുറച്ച് വരുന്നുണ്ട് ഡേറ്റ്. എന്താ ഒന്നും മിണ്ടാത്തെ? അന്നല്ലേ പേര്? എനിക്ക് അറിയില്ല. അങ്ങനെ കണ്ടു. ഇവിടെ വീട് എവിടെയാ? എങ്ങനെ പോണു ക്ലാസ് ഒക്കെ? B.Ed ഒക്കെ എങ്ങനെ പോണു? എല്ലാ അതിന്റെ എക്സാം, ഇതിന്റെ എക്സാം, അതിന്റെ അസൈൻമെന്റ്, ഇതിന്റെ അസൈൻമെന്റ്. ലാസ്റ്റ് B.Ed കിട്ടാത്തല്ലേ വിഷമത്തിൽ നടക്കുന്ന ഒരാളാണ് കേട്ടോ ഞാൻ. വേണ്ട, കുറച്ച് ഓവറാ. ഒട്ടും നമ്മളെ കൊണ്ട് എത്തുന്നില്ല. 80% മാർക്കേ ഉണ്ടായിരുന്നുള്ളൂ. 80% മാർക്ക് ഉണ്ടെങ്കിൽ മെറിറ്റിൽ കിട്ടത്തില്ല. അതുകൊണ്ട് പൈസ കൊടുത്ത് കയറാൻ പറ്റും. ഞാൻ B.Ed എടുത്തില്ലടോ, ഞാൻ കൊടുത്തിട്ട് കിട്ടിയില്ല. ഞാൻ പറഞ്ഞില്ല, എനിക്ക് 80% മാർക്കേ ഉണ്ടായിരുന്നുള്ളൂ ഡിഗ്രിക്ക്. 80% ഉണ്ടെങ്കിൽ കിട്ടത്തില്ല. മെറിറ്റിൽ കിട്ടൂല, പൈസ കൊടുത്ത കിട്ടും. B.Ed എടുക്കാൻ തന്നെ നമുക്ക് TTC-യിൽ കൂടെ നേടാൻ പറ്റുമല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല. അതെ അതെ, നമ്മൾ എനിക്ക് ജനറൽ ആണ്. ഹസ്ബൻഡ് ജോലി കഴിഞ്ഞിട്ട് ഇപ്പൊ ആള് വരേണ്ട സമയമാണ്. അപ്പൊ ഞാൻ പോട്ടെ. ഓക്കെ, ബൈ ബൈ. ഓക്കെ ബേബി, ഞാൻ ഇന്ന് വെറുതെ ഒരു സൈൻ ഔട്ട് ഒക്കെ റെഡിയാക്കിട്ട് വന്നു, അപ്പോഴത്തേനും ടീച്ചർ ഓടിപ്പോയി അല്ലേ? ഇപ്പൊ ചെയ്യണോ? സൈൻ ഔട്ട് ചെയ്യണോ? നാളെ ചെയ്യാം. എന്നോട് പറഞ്ഞായിരുന്നു. അല്ല, നിങ്ങളൊക്കെ വേണമെങ്കിൽ ഒരു പാട്ട് പാടിക്കോ, നമുക്ക് കേൾക്കാലോ. ഇന്നത്തെ എന്റെ സൈൻ ഔട്ട് കൊള്ളായിരുന്ന? ഇൻസി സ്പൈഡർ ആയാലോ? ആയിക്കോട്ടെ, പാടിക്കോ, പാട്. ഞാൻ പാടില്ല, എല്ലാരും കൂടെ ഒരുമിച്ച് ഞാൻ കാണാതെ പഠിച്ചില്ല. നല്ല പാട്ടാണല്ലോ. ജിഷനെ കാണാനില്ലല്ലോ. ജിഷ അവളുണ്ടായിരുന്നു ഇതില്? അവളുണ്ടല്ലോ. എവിടെ? ഇല്ലല്ലോ, ഇതില് കാണാനില്ല. പനിക്കുട്ടി വരെ ഇരിക്കുവാണ്. ഉണ്ടായിരുന്നു. അതെ, ചിലുവാണ് കിറിഞ്ഞിരിക്കും. മുഖമൊക്കെ ഒരുപാട് പെരുവിന്ന് തോന്നുന്നു അല്ലേ? എവിടെ വീട്? പല്ലിനൊക്കെ വേദന. ഉപ്പുകളൊക്കെ പിടിക്കും. മറ്റേ ആലം ഉണ്ടല്ലോ, ആലം കേട്ടിട്ടുണ്ടോ? ആലത്തിന്റെ വെള്ളം പിടിച്ചു കഴിഞ്ഞാൽ നല്ല നീര് കുറയുന്നു. എന്താ ഈ ആലെന്ന് പറഞ്ഞാൽ? നമ്മളെ ഈ ഞാൻ കേട്ടിട്ടില്ല. മറ്റേ നമ്മളെ വീട്ടിന്റെ ഫ്രണ്ടിൽ മറ്റേ ഇതുണ്ടല്ലോ, വീട്ടിന്റെ ഫ്രണ്ടിൽ തൂക്കിയിടൂലേ കർക്കണ്ട പോലെ ഒരു സാധനം? വീട്ടിന്റെ ഫ്രണ്ടിൽ മറ്റേ കണ്ണ് കിട്ടാതിരിക്കാനൊക്കെ മറ്റേ ശംഖിന്റെ കൂടെയൊക്കെ ഒരു ആലം, ഒരു കർക്കണ്ട പോലെ ഇരിക്കും. അത് ആലം എന്ന് പറഞ്ഞ സാധനമാണ്. ആ സാധനം ഇവിടെ കാണണം, ഞാൻ കാണിച്ചു തരാം. ശംഖ് പോലത്തെ സാധനമാണോ? ശംഖ് വേണ്ട, ഈ സാധനം കർക്കണ്ട് പോലെ ഇരിക്കും. കണ്ടിട്ടേ ഇല്ല. ഈ സാധനം വെള്ളത്തിനകത്ത് ഇട്ടിട്ട് ആ വെള്ളത്തില് വായി പിടിക്കുകയാണെങ്കിൽ പല്ല് സംബന്ധിച്ച പ്രശ്നങ്ങളെല്ലാം മാറുമെന്നാ പറയാ. ഇവിടെ അച്ഛൻ ചെയ്യാറുണ്ട്. അത് ആയുർവേദ അതിന് ആയുർവേദ ഷോപ്പിൽ കിട്ടും. ആലം എന്നാണ് പറയുന്നതിന്. മലയാളത്തിൽ എന്തിനു പറയുന്നു? ഇത് ശ്രീലക്ഷ്മിയുടെ കൊച്ചാണോ? ഈ മുഖത്ത് രോമം പോവാനും ഒക്കെ ഈ സാധനം ഉപയോഗിക്കാറുണ്ട്. മറ്റേ ഇതിനകത്തൊക്കെ കാണിക്കാറുണ്ട്, ഒരു സ്ക്വയർ പീസ് ഇതുപോലെ ഇരിക്കുന്ന സാധനം. ആലമ്പാറ് നമ്മുടെ അണ്ടർ ആംസിലൊക്കെ വെക്കുന്ന സാധനം. അതെ, ആ സാധനം തന്നെ. അതിന് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട്. ഈ പല്ലിന് നല്ലതാന്ന് പറയും. ഇതിന്റെ ഈ വീര് സംബന്ധമാണ്. പല്ലിന്റെ ഈ മോണയിലൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇത് വെച്ച് വെള്ളം കുടിച്ചിറക്കരുത്. ഭയങ്കര കയ്പാണ്. വെള്ളത്തിൽ വെച്ചിട്ട് പിടിച്ചു കഴിഞ്ഞാൽ നല്ലതാണ്. ചൂടുവെള്ളം എടുത്തിട്ട് ഇതിനകത്ത് ഇടണം. ഇതങ്ങ് അതിനകത്ത് ഇടുമ്പോഴത്തേക്ക് ഒത്തിരി നേരം കഴിയുമ്പോൾ ഒരു ഇത് വരും. അത് വായിൽ പിടിച്ചാൽ മതി. രാത്രി പിടിച്ചിട്ട് കിടന്നാൽ സ്ഥിരമായിട്ട് പല്ലിന്റെ എന്ത് പ്രശ്നമാണെങ്കിലും മാറും. പോലെ അത് വല്ലാത്തൊരു വേദന, പല്ലുവേദന വന്ന എന്റെ പോലെ. നല്ല മാറും. സിഗരറ്റ് വലിക്കും. നമ്മൾ സംസാരിക്കണ മൊത്തം വേറെ ആൾക്കാർ കേട്ടോണ്ടിരിക്കും.
ഇതിന്റെ മറ്റേ എന്താ ഒരു ടെക്നിക്സ് ഉണ്ടല്ലോ, അവര് ഓഫാക്കാതെ ഓക്കെ, ഇങ്ങനെ ഞാൻ നമ്മളിത് പോവാട്ടോ. കേട്ട് ചിരിക്കുണ്ടാവും. ഞാൻ പോവാ. ഞാൻ പോവാ. എല്ലാരെയും കണ്ടതിൽ സന്തോഷം. അതെ, ബൈ. ശരി. ബൈ. പോയി. എല്ലാരും പോയോ? പോയോ? ബൈ. ഈ കുട്ടീന്റെ സ്കൂളില് ആനിവേഴ്സറി ഉണ്ട്, അപ്പൊ അങ്ങോട്ട് പോണം. ആ ഓക്കെ ഓക്കെ, ശരി. ബൈ. നെഫ്സിയാണോ? സ്നേഹ. ഓക്കെ ബൈ ട്ടോ.